ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്ന് ആയിരക്കണക്കിന് ഭാഷകളും ആളുകൾക്ക് തിരിച്ചറിയാൻ പ്രയാസമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിലൊക്കെ അത് വ്യാപകമാണ്. എന്നാൽ അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കർത്താവിനെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായിരിക്കുന്ന അവസരങ്ങളെന്ന് സംജാതമായി തീരും. നമ്മളതാണ് ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഭാഷാക്കലക്കമൊക്കെ ദൈവത്തോടുള്ള മത്സരത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. എന്നാൽ ദൈവസന്നിധിയിലുള്ള ഐക്യത്തിന്റെയും ഏകീകരണത്തിന്റെയും ഫലമായിട്ട് ആ കലക്കങ്ങളൊക്കെ മാറി ഒരേ ഭാഷയിൽ സകല ജനങ്ങളും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥിതി ആ കാലത്തുണ്ടാകും. നമ്മളതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ആദ്യത്തെ വിഷയം, ആ കാലത്ത്, അതായത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭരണം നടത്തുന്ന കാലയളവിൽ ഭൂമിയിലുള്ള സകല മനുഷ്യരും, എല്ലാ ജാതി മതസ്ഥരും കർത്താവിന് മുമ്പാകെ വന്ന് യേശു കർത്താവിനെ ആരാധിക്കും. ഇന്ന് ഒരു കൂട്ടം ആളുകൾ മാത്രമേ യേശുവിനെ ആരാധിക്കുന്നുള്ളൂ. അത് നമ്മളെപ്പോലുള്ള യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് രക്ഷിക്കപ്പെട്ടവർ മാത്രം. എന്നാൽ നമ്മളെക്കാൾ അധികം പേർ ഇതര ജാതി മതസ്ഥരായ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്, നമ്മുടെ ഈ മഹാരാജ്യത്തുമുണ്ട്. അവരിൽ പലരും യേശുവിൽ വിശ്വസിക്കുന്നവരല്ല, യേശുവിനോട് വിരോധമുള്ളവരും എതിർക്കുന്നവരും തെറ്റിദ്ധരിക്കപ്പെട്ടവരുമാണ്. എന്നാൽ 1000 വാക്യത്തിൽ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരും. നമുക്ക് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ആരംഭിക്കാം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 23-ാമത്തെ വാക്യം. എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും, എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മുടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. മതി അവിടെ പറയാണ്, എന്നാണ് ദൈവം തന്നെ കൊണ്ട് ആണയിട്ട് പറയുക. മറ്റാരെ കൊണ്ടും ആണയിടാനില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതി തന്നെ കൊണ്ട് തന്നെ ആണയിട്ട് ഉറപ്പ്. അത് അത്ര ഗ്യാരണ്ടി ആണെന്ന് അതിന്റെ അർത്ഥം. എന്താ പറഞ്ഞേക്കുന്നത്? എന്നാണ് എന്ത് സംഭവിക്കുന്ന? എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും, ക്രിസ്ത്യാനികളുടേതാണെന്ന് പറഞ്ഞേക്കുന്നത്. ക്രിസ്ത്യാനികളുടെ എന്നല്ല പറഞ്ഞേക്കുന്നത്, എല്ലാ മനുഷ്യരെ കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരാളും ഇക്കാര്യത്തിൽ ഒഴിവുള്ളതായിരിക്കുകയില്ല. എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും. അടുത്ത എന്താ? ഏതു നാവും സത്യം ചെയ്യും. അതൊരു സത്യസന്ധമായ ഒരു കാലഘട്ടമായിരിക്കും. പിന്നാലെ അതേക്കുറിച്ച് പറയാം. ഇപ്പോ ഏത് നാവും എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ പറയാൻ മടിയുള്ള ഒരു നാവും കാണത്തില്ല. ഇന്ന് ദൈവമക്കൾക്ക് തന്നെ ദൈവത്തെ സ്തുതിക്കാൻ നാവ് വളർത്താനായിട്ട് പ്രയാസം, അല്ലയോ? സ്തോത്രമൊക്കെ പറയാൻ വലിയ മടിയാ, ഞെക്കിയും മൂളിയൊക്കെയാ പറയുന്നത്. അത് ഹൃദയ സന്തോഷത്തിന്റെ കുറവ് കൊണ്ടാണ്. ആത്മീയ തീക്ഷ്ണതയും ഹൃദയ സന്തോഷവും വർദ്ധിച്ചാൽ അറിയാതെ സ്തോത്രം ഇങ്ങനെ വരത്തില്ലയോ? വരണം. അതിന് അത്രത്തോളം നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന അനുഗ്രഹീതമാകുന്ന ആത്മീയ ബന്ധം പരിശുദ്ധാത്മാവിനാൽ കർത്താവിനോട് നമുക്ക് ഉണ്ടാകണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ നമ്മൾ വായിച്ചെടുത്ത് കാണുന്നത് എന്താ? എന്നാണ് ഏത് മുഴങ്കാലും എൻ്റെ മുമ്പാകെ നടങ്ങും, ഏത് നാവും വായും എന്നെക്കുറിച്ച് സത്യം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നിങ്ങനെ എൻ്റെ വായിൽ നീതിയും മടങ്ങാത്തതുമായ ഒരു വചനം പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുവിന്റെ ഭരണകാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോവുകയാണ്. എല്ലാവരും യേശുവിനെ വണങ്ങും, നമസ്കരിക്കും എന്ന് പറഞ്ഞ അർത്ഥം എല്ലാവരും യേശുവിനെ ആരാധിക്കുമെന്നാണ്. യേശുവിനെ ആരാധിക്കാത്ത ഒരാളും അന്ന് ആ കാലത്ത് ഈ ഭൂമിയിൽ ഉണ്ടാകയില്ല. അതിനുള്ള പരിജ്ഞാനവും ബോധ്യവും കിട്ടും. മുമ്പൊരു ക്ലാസ് നമ്മൾ ഓർത്തതാണ്, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. അതുകൊണ്ട് സത്യങ്ങൾ മനസ്സിലാക്കാനും യേശുക്രിസ്തു സത്യദൈവമാണെന്നും ആരാധന യോഗ്യനാണെന്നും തിരിച്ചറിയാൻ ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. ഇന്നും വിശ്വസിക്കുന്നവർക്ക് പ്രയാസമൊന്നുമില്ല. ഇന്ന് നമ്മൾ കേവലം വിശ്വാസത്താലാണ് ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നത്. അന്ന് വിശ്വസിക്കുന്നവർക്ക് കൂടുതൽ പ്രബോധനമായിട്ട് യേശുവിനെ നേരിട്ട് കണ്ട്, കർത്താവിനെ നേരിട്ട് കണ്ട്, കർത്താവിൽ നിന്ന് നേരിട്ട് കേൾക്കാനും എന്തെങ്കിലും ഒരു ചെറിയ സംശയമുണ്ടെങ്കിൽ അതിനും പരിഹാരം വരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കും. സിയോനിൽ നിന്ന് ഉപദേശം വരും എന്ന് നമ്മൾ വായിച്ചു. യെരുശലേമിലേക്ക് പോകാനും അവിടെ ചെന്ന് കേൾക്കുവാനും നേരിട്ട് ബോധ്യപ്പെടാനുള്ള ധാരാളം അവസരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ബോധ്യം വരുന്ന സകലരും കർത്താവിന് മുമ്പാകെ വന്ന് വീണ് വണങ്ങി ആ കർത്താവിനെ ആരാധിക്കും. ഏത് മുഴങ്കാലും മടങ്ങും എന്ന് എഴുതിയിരിക്കുന്നു. മടങ്ങാത്ത ഒരു മുഴങ്കാലും ഉണ്ടാകുകയില്ല. ഇന്ന് മടങ്ങാൻ മടിക്കുന്ന ഒത്തിരി പേരുണ്ട്, അല്ലയോ? കർത്താവിന്റെ മുമ്പാകെ സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ മാത്രം മടക്കാൻ പ്രയാസമാണ്. വിഗ്രഹത്തിന്റെ മുമ്പിൽ കൈകൊണ്ട് ഉരുളാൻ ഒരു പ്രയാസവും ഇല്ല. ഉണ്ടോ? മുട്ടാലടിയാനോ വട്ടം കറങ്ങാനോ തലകുത്തി നിൽക്കാനോ ആർക്കും ഒരു മടിയുമില്ല. ദേഹത്തോടെ കമ്പി കുത്തി കയറ്റാനോ ശൂലം കുത്തി ഇറങ്ങാൻ ഒന്നും ഒരു പ്രയാസമില്ല. വളരെ സന്തോഷമാണ്. എന്നാൽ യേശു കർത്താവിന്റെ മുമ്പാകെ വണങ്ങുവാൻ പറയുമ്പോൾ വലിയ മടിയാണ്, പ്രയാസമാണ്. യേശു ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. യേശുവിന്റെ മഹത്വം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. യേശു എന്നുള്ള ആ പേരിന്റെ അർത്ഥം പോലും രക്ഷകൻ എന്നാണ്. യേശു രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആർക്കാ രക്ഷ വേണ്ടാത്ത? ശരീരത്തിലും ആത്മാവിലും ദേഹിയിലും രക്ഷ ആവശ്യമുള്ളവരാ സമസ്ത മനുഷ്യരും. എന്നാൽ ഈ പരിജ്ഞാനം കിട്ടാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം എന്ന് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുക. ഇന്ന് കാലങ്ങൾ കഴിയുമ്പോൾ ഇതിന് മാറ്റം വരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യുഗാവസാനത്തിൽ തന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചുകൊണ്ട് കടന്നു വന്ന തന്റെ സഭയെ ചേർത്ത്
ഈ ഭൂമിയിൽ തുടർന്ന് തന്റെ ആധിപത്യം നടത്തുന്ന, ഭരണം സ്ഥാപിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ ഈ മഹനീയമായ സംഭവങ്ങളൊക്കെ നടക്കാനായിട്ട് പോകും. എല്ലാ മുഴങ്കാലം ഒന്ന് മടങ്ങി എല്ലാ നാവും ഏറ്റുപറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്ന ഒരു സുവർണ യുഗം ലോകത്തിലുണ്ടാകും. എന്ന് പറഞ്ഞാൽ ആദാമിന്റെ കാലത്തുള്ള അവസ്ഥ പോലെ അന്ന് വിഗ്രഹാരാധനയും മറ്റു സമ്പ്രദായങ്ങളൊന്നും ലോകത്തിൽ ഇല്ല. സൃഷ്ടാവായ ദൈവത്തെ മാത്രമേ സൃഷ്ടിയായ മനുഷ്യൻ അറിയാമായിരുന്നുള്ളൂ. പിന്നീട് തലമുറകൾ കഴിഞ്ഞപ്പോഴാണ് വിഗ്രഹാരാധന സമ്പ്രദായങ്ങളൊക്കെ ലോകത്തിലുണ്ടായത്. ദൈവത്തിന്റെ വിരോധിയായ സാത്താൻ ദൈവത്തിന് അർഹതപ്പെട്ട ആരാധന അപഹരിക്കുവാൻ ശ്രമിക്കുന്ന അനവധി സംഭവങ്ങൾ തിരുവഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ മൂർധന്യസ്ഥിതിയാണ് നമ്മുടെ കർത്താവിന്റെ ഭൗതിക ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മൾ കാണും. യേശു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ 40 ദിവസം ഉപവസിച്ച് മരുഭൂമിയിലായിരിക്കുന്ന ദിവസങ്ങളിൽ പുള്ളിക്കാരൻ അടുത്തി വന്നു. എന്താ എന്ന് പറഞ്ഞതിന്റെ ആകത്തുക ഇതാ, എന്നെ ഒന്ന് വീണ് നമസ്കരിക്കണം. വേറെയും കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അത് ഏറ്റവും പ്രധാന ആവശ്യം ഇതാണ്, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഞാനെന്തോ ചെയ്യാം. എന്തു വലിയ ഓഫറാ അല്ലയോ? ഇന്ന് കമ്പനിക്കാരാണ് ഒരെണ്ണം മേടിക്കാമെങ്കിൽ വേറെണ്ണം ഫ്രീ തരാവുന്നേ പോകുള്ളൂ. ബൈ 1 get 1 ഫ്രീ. അല്ല, ഇനി 2 തന്നാലും വേണ്ടില്ല. ഈ പുള്ളി എന്നാ പറഞ്ഞേ, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, എല്ലാം തന്നല്ലോ, സകല ഭൂമിയും സകല ലോകവും അതിന്റെ സകല മഹത്വവും എല്ലാം തന്നെ. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേർക്ക് പിന്നെ ബാക്കി എന്തുകൊണ്ട്? അപ്പോ തന്റെ ഏക ആഗ്രഹം, സാത്താന്റെ പിശാചിന്റെ ദൈവത്തിന്റെ വൈരിയുടെ എല്ലാ കാലത്തെയും ആഗ്രഹം ദൈവത്തിനുള്ള ആരാധന തനിക്ക് കിട്ടണം. കുറെ മണ്ടന്മാർ, ദൂതന്മാരുടെ ഒരു വിഭാഗം അവനോട് ചേർന്ന്, അവരാ പിശാചുക്കളെ, ശുദ്ധാത്മാക്കൾ എന്നറിയപ്പെടുന്നു. അവരൊഴിച്ച് വേറെ ആരും ഇതിന് തയ്യാറായിട്ടില്ല. സത്യദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തെയും ഈ ലക്ഷ്യത്തിൽ നിന്ന് വിരുദ്ധത്തിരിക്കുക എന്നുള്ളതാണ് സാത്താന്യ തന്ത്രം. അത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ സത്യാരാധന ആയുസുള്ള കാലത്തോളം മുടങ്ങാതെ തുടരുവാൻ ശ്രദ്ധിക്കണം. നിസാര കാരണം പറഞ്ഞ് ആരാധനയൊന്നും മുടക്കിക്കളയല്ലേ. ഇന്ന് തലവേദനയാ, മുട്ടേ പല്ലുവേദനയാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. നടക്കാൻ വയ്യായെങ്കിൽ എന്തി വലിഞ്ഞായാലും പറ്റുമെങ്കിൽ ആരാധനയ്ക്ക് പോകണം. ഒരു എക്സ്ക്യൂസും പറയാതെ ദൈവം മുമ്പാകെ സഭയായും വ്യക്തികളായും കുടുംബങ്ങളായും വീണ് വണങ്ങി നമസ്കരിക്കണം. നമ്മുടെ കർത്താവ് എത്ര വലിയവനാ. സ്വർഗത്തിലെ ആരാധന വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്താ രംഗം? കുഞ്ഞാടേ നീ യോഗ്യനെന്ന് പറഞ്ഞ് അവിടുത്തെ പാദപീഠത്തിൽ വഴി ആരാണ്? POC ബൈബിളിൽ ശ്രേഷ്ഠന്മാർ, നമ്മൾ മൂപ്പന്മാരെന്നാണ് നമ്മുടെ മലയാള തലമയിൽ എഴുതിയിരിക്കുന്നത്. മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ വലിയ അധികാരവും പദവിയും സിംഹാസനങ്ങളും കിരീടങ്ങളും ഉള്ളവരാണ്. വെറുതെ നമ്മുടെ ഇവിടുത്തെ സഭയിലെ മൂപ്പന്മാരെ പോലല്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ സിംഹാസനവും കിരീടമൊന്നുമില്ല നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ചർച്ചിലെ മൂപ്പന്മാർക്ക്. എന്നാൽ ദൈവസിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ ഇരിക്കുന്നവരും ചുറ്റും 24 സിംഹാസനങ്ങളുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലയോ? അങ്ങനല്ലയോ? ആ 24 സിംഹാസനങ്ങൾ. തലയിലെന്തുണ്ടെന്നാ? കിരീടങ്ങൾ. അത് അധികാരത്തിന്റെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവരാ, സിംഹാസനങ്ങളുള്ളവരാ, കിരീടങ്ങൾ. അവരെന്താ ചെയ്യുന്നേ? അറുക്കപ്പെട്ട കുഞ്ഞാടിന് മുമ്പാകെ സാഷ്ടാംഗം വീണ് കിരീടങ്ങൾ അങ്ങോട്ട് വെച്ചിട്ട് പറയാണ്, നീയാണ് യോഗ്യൻ. ഞങ്ങൾ ഇതൊക്കെ ധരിച്ചിരിക്കുന്നെങ്കിലും ഞങ്ങളല്ല, നീയാണ് യോഗ്യൻ. എന്താ യോഗ്യത? കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. അതാണ് ഒന്നാമത്തെ യോഗ്യത, അറുക്കപ്പെട്ട കുഞ്ഞാട്. ആരായി അറുക്കപ്പെട്ട കുഞ്ഞാട്? ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റൊരു ഭാഗത്തും പറയുന്നുണ്ട്. അത് സകല ലോകത്തിന്റെയും സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ യാഗമായി തീർന്ന ദൈവപുത്രനാണ്. ആ ദൈവ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ മലയാള തലമുറയിൽ കണ്ടാലും നോക്കുക, കാണുക, ഇതാ ഇവനാണ്. ആ കഥാവായ യേശുവിന്റെ മഹത്വം മനസ്സിലാക്കിയവരാ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം. അതുകൊണ്ടാണ് അവരവനെ വീണ് വണങ്ങി നമസ്കരിക്കുന്നത്. മൂപ്പന്മാർ മാത്രമാണോ? സിംഹാസനത്തിന് ചുറ്റുമുള്ള കോടാനുകോടി ദൂതന്മാർ, ശ്രേഷ്ഠ ദൂതന്മാർ, അവരും ഈ കർത്താവിനെയാണ് ആരാധിക്കുന്നത്. അത്രയുള്ളൂ. വീണ്ടെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാരും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും, സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും കാലാകാലങ്ങളിലായി കർത്താവിനെ സ്വീകരിച്ച് ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പ്രവേശിച്ചവരും ഇപ്പോൾ ലോകത്തിൽ ജീവനോടിരിക്കുന്നവരും, ഇവരെല്ലാം ഒന്നിച്ച് ഉൾപ്രാവണത്തിൽ ചേർക്കപ്പെടുമല്ലോ. അവരെല്ലാം ഒന്നിച്ച് കർത്താവിനോട് ഏകസ്വരത്തിൽ പറയുന്നത്, അവിടുന്നാണ് യോഗ്യൻ. ഈ കർത്താവിന്റെ യോഗ്യത 1000-ാം ആണ്ട് വാഴ്ചയിൽ അക്ഷരാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും തിരിച്ചറിഞ്ഞ് അവിടുത്തെ മുമ്പാകെ വീണ് വണങ്ങി നമസ്കരിക്കും. കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മളെ പോലുള്ളവർ പറയുമ്പോൾ, ദൂതന്മാരെ ഒന്നും വിലയ്ക്ക് വാങ്ങിയതല്ല, അവർ പാപം ചെയ്യാത്തവർ സ്വർഗത്തിൽ ദൈവ തേജസ്സിൽ നിത്യം വസിക്കുന്നവരാണ്. എന്നാൽ അവരുടെ സൃഷ്ടാവിന്റെ മഹത്വം അവർക്കറിയാം. അവരെല്ലാം ആ ആരാധ്യനായ അത്യുന്നതനായ അത്യന്തം ശ്രേഷ്ഠനായ കർത്താവിനെ ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കും. ആരാധനയുടെ മറ്റൊരു രംഗം യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സാറാഭൂകളുടെ ആരാധന. വാക്യം എടുക്കണ്ട, നമുക്കറിയാവുന്നതാ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മളെന്താ വായിക്കുന്നത്? ദൈവം സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന സാറാഭുകൾ, 6 ചിറകുകളുള്ളവർ,
രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, തങ്ങളെ സമ്പൂർണ്ണമായിട്ട് മറച്ചു. എന്നിട്ട് രണ്ട് ചിറകുകൾ കൊണ്ട് പറന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, ഒരുവനോട് ഒരുവൻ പറയുക. എന്താ പറയുന്നത്? തമ്മിൽ തമ്മിൽ പറയുകയാണ്, ഹോളി ഹോളി ഹോളി, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഞാൻ മുമ്പൊരു ക്ലാസ്സിലും പറഞ്ഞ ഈ പരിശുദ്ധൻ എന്നുള്ള പദം അത് ദൈവത്തിന് മാത്രമുള്ളതാ. മതനേതാക്കന്മാർക്ക് എടുത്ത് അമ്മാനമാടാനുള്ളതല്ല. അങ്ങനെ എടുക്കുന്നവരൊക്കെ സൂക്ഷിച്ചോണം, ഇതിനൊക്കെ പ്രത്യേകം കണക്ക് പറയേണ്ടി വരും. ദൈവവേദത്തിൽ എഴുതിയിട്ടുണ്ട്, ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് വരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അശുദ്ധന്മാരൊക്കെ പരിശുദ്ധന്മാരാണെന്ന് തന്നെത്താൻ അവകാശപ്പെട്ടതും മറ്റുള്ളവരവരെ പരിശുദ്ധന്മാരെന്ന് വിളിച്ചോനും വിളിപ്പിച്ചോനും എല്ലാം കണക്ക് പറയേണ്ടി വരും. അത് നിശ്ചയമായിട്ടും പറയേണ്ടി വരും. എവിടെയായിരിക്കും പറയേണ്ടി വരുന്നത്? ക്രിസ്തുവിന്റെ ന്യായാസനത്തിലല്ല, അത് ദൈവമക്കൾക്കുള്ളതാണ്. വെള്ള സിംഹാസനത്തിന് മുമ്പാകെ ആ സിംഹാസനത്തിന്റെ ഗൗരവം വെളിപ്പാട് പുസ്തകം 20:11 നമ്മൾ വായിക്കും. അനന്തരം ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ. അതിന്റെ വലിപ്പം എഴുതിയിട്ടില്ല. എത്രയും കാണും വലിപ്പം? നമ്മുടെ ഈ കസേരയെക്കാട്ടി ഇച്ചിരി കൂടെ കാണും അല്ലേ? പറയാനൊക്കത്തില്ല. അതിന്റെ അളവൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലിപ്പമാണ്. ആരാ അവിടെ ഇരിക്കുന്നത്? ന്യായാധിപനായ നമ്മുടെ കർത്താവാണ്. പ്രപഞ്ച സൃഷ്ടാവായ നമ്മുടെ കർത്താവ് ന്യായവിധിയുടെ സകല അധികാരവും ലഭിച്ചവനാണ്. എന്താ അധികാരം ലഭിക്കാനുള്ള കാരണം? അവൻ നമുക്ക് വേണ്ടി ന്യായവിധി സഹിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നമ്മളെ രക്ഷിച്ചവനാണ്. രക്ഷിക്കാൻ യോഗ്യതയുള്ളവനെ ശിക്ഷിക്കാനും യോഗ്യതയുള്ളൂ. അല്ല, ചിലർക്ക് തല്ലാൻ മാത്രമേ യോഗ്യതയുള്ളെന്ന് അവരുടെ വിചാരം. സുവിശേഷം പറയുന്നത് ഓടിച്ചിട്ട് തല്ലുക, ചീത്ത വിളിക്കുക, ബൈബിൾ പിടിച്ച് മേടിക്കുക, പുസ്തകം വലിച്ചു കീറി കളയുക, ഇതൊക്കെ ഏതാണ്ട് വലിയ മഹാകാര്യമാണ് ഈ മണ്ടന്മാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ മാറി മറിയും കേട്ടോ. ഓരോരുത്തരായി വന്ന് ഈ മഹോന്നതനായ ദൈവ സിംഹാസനത്തിന് മുമ്പിൽ, ആ വലിയ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് കണക്ക് പറയേണ്ടതായിട്ട് വരും. പറയിപ്പിക്കും, എണ്ണി എണ്ണി പറയിപ്പിക്കും. ആരും ഒഴിഞ്ഞു പോകുകയില്ല. അങ്ങനെ ഒരു കാലം വരാൻ പോവാ. നമ്മുടെ വിഷയത്തിന്റെ പ്രധാന ഭാഗം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം കിടക്കുന്നില്ല. ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവാണ്. 1000 ആണ്ട് വാഴ്ചയുടെ ഒരു മനോഹരമായ പ്രത്യേകതയാണ് സകല ജാതികളും അവിടുത്തെ മുമ്പാകെ വന്ന് വീണു വണങ്ങി ആ കർത്താവിനെ നമസ്കരിക്കും. നമുക്ക് വേറൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 66:18 മുതൽ. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും കൂട്ടിവരുത്തുന്ന കാലം വരും എന്ന് എഴുതിയിരിക്കുന്നത്. ഏതാണ് ആ കാലം എന്നറിയാമോ? മശിഹ രാജാവ് ഭൂമിയെ ഭരിക്കുന്ന കാലമാണ്. അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച, സഹസ്രാബ്ദ ഭരണം എന്ന് പറയുന്ന ആ കാലയളവാണ്. സഭയുടെ ഉൾപ്രാവണവും കഴിഞ്ഞ് 7 വർഷം നീണ്ടു നിൽക്കുന്ന 70-ാം ആഴ്ചമട്ടമായ മഹാപീഡനവും കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാലയളവ് ആരംഭിക്കും. ജാതികളുടെ കാലം കഴിയുമ്പോൾ ഇത് സംഭവിക്കും. ഞാൻ സകല ജാതികളെയും കൂട്ടിവരുത്തുന്ന കാലം വരും, സകല ഭാഷക്കാരെയും കൂട്ടിവരുത്തും. ആ പ്രയോഗമുണ്ടോ? സകല ജാതികളെ എന്ന് പറഞ്ഞിട്ട് സകല ഭാഷക്കാരെ എല്ലാവരെയും കൂട്ടിവരുത്തും. ആരെയും ഒഴിവാക്കത്തില്ല. വിശ്വാസികളെ മാത്രം, ക്രിസ്ത്യാനികളെ മാത്രം കൂട്ടിവരുത്തുമെന്നല്ല പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ മാത്രമെന്നല്ല. കാരണം ഈ 1000 ആണ്ട് വാഴ്ചയിലെ പരിപാടി മുഖ്യമായിട്ടും രക്ഷിക്കപ്പെട്ട തേജസ്കരിക്കപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടിയല്ല. അവർക്കവിടെ പങ്കുണ്ട്, അവിടെ ശുശ്രൂഷയുണ്ട്, സേവനമുണ്ട്, പദവികളുണ്ട്. അതൊക്കെ ശരിയാണ്. എന്നാൽ അന്ന് ശരീരത്തോടുകൂടെ ഈ ഭൂമിയിൽ തേജസ്കരിക്കപ്പെടാതെ ഈ ഭൂമിയിലുള്ള ഇസ്രായേലിനെയും മറ്റു ജാതികളോടും ബന്ധപ്പെട്ടാണ് പ്രധാനമായ പ്രതിപാദ്യ വിഷയം. അപ്പൊ അവരെയാണ് ഈ കൂട്ടി വരുത്തുന്നത്. അവർ കൂടി വരും. അവരെല്ലാവരും കൂടി വന്ന കർത്താവിനെ ആരാധിക്കുവാനിടയാണ്. അതിൽ 23 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ വിശദീകരണമുണ്ട്. അത്രയും നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് ബാക്കി വാക്യങ്ങൾ വായിക്കുന്നില്ല. വേറൊരു വാക്യം വായിക്കാം. 23-ാം വാക്യം കൂടെ വായിച്ചു. വാക്യം 23. ആരൊക്കെ വരും? സകല ജനം വരും. എന്തിനു വരും? നമസ്കരിക്കാൻ വരും എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ. നമസ്കരിക്കാനുള്ള വാക്കിന്റെ അർത്ഥം ആരാധിക്കുകയാണ്. യഹോവയായ ദൈവത്തെ ആരാധിക്കാൻ, അക്ഷരാർത്ഥത്തിൽ ഭരണാധികാരിയും ദൈവവും രാജാവുമായ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ. ദൈവം തന്നെ ഭരിക്കുന്നതുകൊണ്ടാണ് ആ ഭരണകൂടത്തെ തിയോക്രാറ്റിക് കിങ്ഡം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ദൈവാധിപത്യ ഭരണം എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം തന്നെ അധിപതിയായി ഭരിക്കുന്നു. മാനുഷിക ഭരണാധികാരികൾക്ക് ദൈവം വിട്ടുകൊടുത്തു. ചരിത്രത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 4 ലോക സാമ്രാജ്യങ്ങൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കും. അതിനു മുമ്പും ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അനേകം ഭരണകർത്താക്കൾ, ചക്രവർത്തിമാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, അവരൊക്കെ മാറി മാറി ലോകത്തെ ഭരിച്ചു. വിവിധ രാജ്യങ്ങളായി ഭരിച്ചു, വിവിധ ദേശങ്ങളെ ഭരിച്ചു. പക്ഷെ ആർക്കും നീതിയോടും ന്യായത്തോടും കൂടെ ഭരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
അതുകൊണ്ടാണ് നീതിയോടെ ലോകത്തെ ഭരിക്കുന്ന ഒരു രാജാവിനെ ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് യശയ്യാപ്രവചനം 32-ന്റെ 1-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ വായിക്കുന്നത്? ഒരു രാജാവ് നീതിയോടെ വാഴും. നീതിമാനായ ഒരു രാജാവ് ഈ ലോകത്തെ ഭരിക്കും. മറ്റ് ഭരണാധികാരികളൊക്കെ നീതി നടത്തുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടവരാണ്. സ്വജനപക്ഷപാതവും അഴിമതിയും അക്രമവും അനീതിയും എല്ലായിടത്തും കാണുന്നത്. നമ്മുടെ രാജ്യത്തും അത് തന്നെയാണ് കാണുന്നത്. എന്നാൽ നീതിമാനായ ഒരു രാജാവ് വരും. നീതിയുള്ള ഒരു ന്യായാധിപതി നേരോടെ ന്യായത്തോടെ സത്യത്തോടെ അധികാരം നടത്തുന്ന ഒരു കാലമുണ്ടാകും. അതാണ് യേശുക്രിസ്തുവിന്റെ ഭരണകാലം. അന്ന് ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേര് നിലനിൽക്കുന്ന യഹോവയുടെ അരുളപ്പാടെന്ന് 22-ാം വചനത്തിൽ പറയും. അതിനുശേഷം 23-ാം വാക്യത്തിൽ പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിക്കുവാൻ വരും. അമാവാസി ശബത്തും ഒക്കെ യഹൂദന്റെ പ്രമാണത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ ക്രമം അനുസരിച്ച് ആരാധനയ്ക്കായിട്ട് ദൈവസന്നിധിയിലേക്ക് വരും. യെരുശലേമിലേക്ക് വരും. യെരുശലേമിൽ അന്നൊരു ദേവാലയം ഉണ്ടായിരിക്കും. ആ ദേവാലയത്തിൽ ദൈവമായ കർത്താവ് തന്നെയായിരിക്കും ആരാധ്യനായിരിക്കുന്നത്. ആ കർത്താവിനെ വന്ന് ആരാധിക്കും. കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാവരും എത്തുമെന്നുള്ളത് ഈ വചനം ഉറപ്പിച്ച് പറയുകയാണ്. സഖറിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സഖറിയ പ്രവചനം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം. ആണ്ടുതോറും വരും. വിദൂര രാജ്യങ്ങളിലൊക്കെ ഉള്ളവരെ എല്ലാ ദിവസവും വരാൻ അടുത്തുള്ളവർക്കേ പറ്റും. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ, തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ. മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഇന്നത്തെ വരണ്ടു കിടക്കുന്ന ഭൂപ്രദേശങ്ങളൊക്കെ അന്ന് ഫലഭൂഷ്ടമായി തീരുമ്പോൾ അവിടെ എല്ലാം ജനവാസം ഉണ്ടാകും. ധ്രുവപ്രദേശങ്ങളിൽ വരെ വെളിച്ചം ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് അവിടെ എല്ലാം ജനവാസം ഉണ്ടാകും. സ്ഥിതി മാറും. അതുകൊണ്ട് ഭൂമിയിൽ എവിടെല്ലാം പരന്ന ജനങ്ങളുണ്ടോ അവിടുന്ന് എല്ലാം ആളുകൾ വരും. എങ്ങോട്ട് വരും? യെരുശലേമിലേക്ക് വരും. എന്തോത്തിന് വരും? കർത്താവിനെ ആരാധിക്കുവാനായിട്ട് വരും. യെരുശലേമിൽ സകല ജാതികളും ശേഷിച്ചിരിക്കുന്ന ഏവനും വരും. വന്നിട്ട് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിക്കും. വളരെ വ്യക്തമല്ലേ? ആരെയാണ് നമസ്കരിക്കുന്നത്? സൈന്യങ്ങളുടെ യഹോവയായ രാജാവ്. ദൈവം രാജാവുമാണ്, ദൈവം ഭരണാധികാരിയുമാണ്, ദൈവം ആരാധ്യനുമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ആരാധ്യനാണ്. അപ്പോൾ തന്നെ ദൈവാധിപത്യ ഭരണമായതുകൊണ്ട് രാജാവും കൂടാണ്. ആ രാജാവിനെ സൈന്യങ്ങളുടെ യഹോവ. ബൈബിളിൽ അനേക പ്രാവശ്യം ഈ പ്രയോഗമുണ്ട്. അതിനർത്ഥം എന്താ? ദൈവത്തിന് സൈന്യങ്ങളൊക്കെ ഉണ്ടെന്ന്, അല്ലേ? ഒരു വചനത്തിൽ പറയുന്നത് ദൈവത്തിന്റെ സൈന്യങ്ങൾ കോടി കോടിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ എത്ര എന്നാ? കോടി ഗുണം കോടി. അങ്ങനെ കോടി അങ്ങ് കിടക്കുക. നമുക്കത് കണക്ക് കൂട്ടിയെടുക്കാനൊക്കെ തന്നെ വലിയ പ്രയാസമാണ്. അത്ര വലിയ സംഖ്യ കേട്ടോ. നമ്മുടെ ബുദ്ധിയിലൊന്നും ഒതുങ്ങത്തില്ല. എണ്ണവും കണക്കുമില്ലാത്ത വിശുദ്ധ ദൂതന്മാരുടെ മഹാവൃന്ദങ്ങൾ, സമൂഹങ്ങൾ തന്നെയുണ്ട്. അവരെല്ലാം ഈ സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട നമ്മളും ആരാധിക്കുന്ന അതേ കർത്താവിനെ തന്നെയാണ്. അന്ന് 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭത്തിൽ, ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ തന്നെ ജാതിയായി രക്ഷിക്കപ്പെടുന്ന യഹൂദനും പിന്നെ 1000 ആണ്ട് വാഴ്ചയിലൊക്കെ പ്രവേശിച്ചിരിക്കുന്ന മറ്റിതര ജാതികളും അവരെല്ലാവരും ഈ കർത്താവിനെ, ഈ രാജാവിനെ, ദൈവത്തെ ആരാധിക്കും. വിദൂര രാജ്യങ്ങളിൽ നിന്ന് ഈ സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിക്കുവാനും കൂടാരപ്പെരുന്നാൾ ആചരിക്കുവാനും ആണ്ടുതോറും വരും. കൂടാരപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പെരുന്നാളുകളിലെ 7ാമത്തേതാണ്, ഒടുവിലത്തേതാണ്. അത് 7-ാം മാസത്തിലാണ് നടക്കുന്നത്. ആ പെരുന്നാൾ ആചരണത്തിന് വേണ്ടി എല്ലാവരും നിർബന്ധമായിട്ട് യെരുശലേമിൽ എത്തണമെന്നാണ് ഇസ്രായേലിനോടുള്ള കൽപ്പന. അവരുടെ കൂട്ടത്തിലുള്ള ജാതികൾക്കും അതിനുള്ള പെർമിഷൻ അന്ന് ഉണ്ടായിരുന്നു. എന്താ കൂടാരപ്പെരുന്നാളിന്റെ പ്രത്യേകത എന്നറിയാമോ? മറ്റുള്ളതിൽ നിന്ന് പെസഹ തൊട്ട് ഉള്ള പെരുന്നാളുകൾ ഏറ്റവും ഒടുവിലത്തേത് കൂടാരപ്പെരുന്നാൾ. കൂടാരപ്പെരുന്നാളിന്റെ പ്രത്യേകത അവിടെയുള്ള പണക്കാരനും ദരിദ്രനും വലിയവനും ചെറിയവനും എല്ലാവരും 7 ദിവസം വീട് വിട്ട് തൽക്കാലത്തേക്ക് മരത്തിന്റെ കമ്പും ഇലയൊക്കെ ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ കൂടാരം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് താമസിച്ചോണം. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, പണ്ടവരുടെ പൂർവ്വപിതാക്കന്മാർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 40 വർഷം മരുഭൂമിയിൽ കൂടാരവാസികളായിരുന്നു. ആ കാര്യത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ്. അത് മാത്രമല്ല, ഭാവി യുഗങ്ങളിൽ ദൈവത്തോടുകൂടെ മനുഷ്യൻ വസിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, അവിടെ നമ്മൾ ആദ്യത്തെ 3 വാക്യങ്ങൾ, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഏതെങ്കിലും തോട്ടത്തിൽ അവർക്ക് വീടുണ്ടായിരുന്നു? ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞിട്ടില്ല. ന്യായമായിട്ട് മനസ്സിലാക്കുന്ന അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ വീടുകളൊക്കെ ഉണ്ടെങ്കിലും വീടുകൾക്കല്ല പ്രസക്തി. മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയൊക്കെ തണലിലായിരിക്കും എന്നാണ് വായിക്കുന്നത്. അവിടെയാണ് ആദ്യത്തെ നമ്മുടെ അബ്രഹാം പിതാവിനെ കുറിച്ച് വായിക്കുന്നു. 3 വിശിഷ്ടാതിഥികൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എവിടെ സ്വീകരിച്ചിരുത്തിയേ? ഒരു മരച്ചോട്ടില്ല, അല്ലേ? അദ്ദേഹത്തിന്റെ ആ ക്യാമ്പസിൽ, ആ പെർമിസിലുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ ബഹുമാനത്തോടെ അവിടെ വിളിച്ചിരുത്തിയിട്ട് ഇരുന്നാട്ടെന്ന് പറഞ്ഞിട്ട് പോയി വെള്ളമൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണവും പാനീയങ്ങളൊക്കെ കൊടുത്തത്. തൊട്ടടുത്തൊരു കൂടാരമുണ്ട്, ചെറുതാണ്. അപ്പോ ഈ കൂടാരവാസം എന്ന് പറയുന്നത് വലിയൊരു സത്യത്തിന്റെ വെളിച്ചം വീശുന്ന കാര്യമാണ്.
നമ്മുടെ ഈ ലോക ജീവിതത്തെക്കുറിച്ചും വചനം പറയുന്നത് ഇതൊരു കൂടാരവാസമാണ്. ഈ കൂടാരവാസം കഴിഞ്ഞാൽ കൂടാരം അത് ടെമ്പററി ആണെന്നുള്ള അല്ലെങ്കിൽ താൽക്കാലികമാണെന്നുള്ള ചിന്ത ആദ്യമേ തന്നെ തരുന്നത്, സ്ഥിരമായിട്ടുള്ളതല്ല. നമുക്കറിയാം, ഈ സൈനികരൊക്കെയാണ് സാധാരണ കൂടാരം അടിക്കുന്നത്. അവർ യുദ്ധത്തിന് വേണ്ടിയൊക്കെ പുറപ്പെട്ടു പോകുമ്പോൾ ക്യാമ്പിലാണെങ്കിൽ അതിനുള്ള പ്രത്യേക സംവിധാനമുണ്ട്. എന്നാൽ യുദ്ധസമയത്തേക്ക് പോകുമ്പോൾ കുറേ തുണിയും കമ്പും കയറും ഒക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് അവിടെ ഇവിടെ കുറ്റി അടിച്ച് പിറ്റ് ചെയ്ത് കയറൊക്കെ വലിച്ചു കെട്ടി അത് അവിടെയാണ് കൂടാരം അടിച്ച് അവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് അതാത് മേഖലയിലെ പ്രവർത്തനം യുദ്ധത്തിന് മാത്രമല്ല ഇതര മറ്റു കാര്യങ്ങൾക്കും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നാളത്തേക്കുള്ള ഒരു ആവശ്യമേ അതിനുള്ളൂ. അത് കഴിയുമ്പോൾ ഇതിലെ കെട്ടി അഴിച്ചു ചുരുട്ടി പറ്റി മടക്കി അങ്ങ് കൊണ്ടുപോകുന്നതാണ്. അതാണ് കൂടാരം നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ചും കൂടി ഈ പ്രയോഗമുണ്ട്. 2 കൊരിന്ത്യർ എന്താണ് നമ്മൾ വായിക്കുന്നത്? ആദ്യത്തെ 10 വാക്യങ്ങൾ തുടങ്ങുന്നതിന് ഇങ്ങനെ: കൂടാരമായ ഞങ്ങളുടെ ഏതാ ഭൗമഭവനം, 3 മുറിയും ബാത്റൂമുകൾ ആ വീടാണോ? അല്ല, നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച് അവിടെ പറഞ്ഞത്. ഈ കൂടാരമാകുന്ന ഈ ഭൗമഭവനം അതെന്ത് ചെയ്യും? അലിഞ്ഞു പോകും. അത് കൈപ്പണിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയതാണ്. എന്നാൽ കൈപ്പണിയല്ലാത്തതായ ദൈവനിർമ്മിതമായ മറ്റൊന്നുണ്ട്. അതിനെ കൂടാരമെന്നല്ല വിളിച്ചേക്കുന്നത്. പിന്നെന്താ? കെട്ടിടം എന്നാണ് പറയുന്നത്. നല്ല അടിസ്ഥാനമൊക്കെ ഉള്ള, നല്ല സ്ട്രക്ചറുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നിലനിൽക്കുന്നതാണ്. അതാണ് നമുക്ക് വേണ്ടി കർത്താവ് വരും. അവിടെയാണ് നമ്മൾ നിത്യമായി വസിക്കുന്നത്. ദേഹം ദേഹി ആത്മാവിലും അത് സത്യമാണ്. അതുപോലെ നമ്മുടെ നിത്യവാസത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ ഹെവൻലി സിറ്റി, സ്വർഗീയ പട്ടണം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിലുള്ള മഹാകെട്ടിടങ്ങളൊന്നും ബുദ്ധിമായൊക്കെ ഇപ്പം വലിപ്പമുള്ളത് അതിനേക്കാൾ വലുതൊക്കെ ഇപ്പം പണിതുകൊണ്ടിരിക്കുക. മറ്റു രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ മനുഷ്യർക്ക് എണ്ണപ്പണം ഉണ്ടല്ലോ, പണിത് കൂട്ടട്ടെ. അവസാന കാലത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പൊളിക്കുക, പണിയുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണല്ലോ ഒരു വഴി കൂടെ യുദ്ധം മുഖാന്തരം പൊളിച്ചുകൊണ്ടിരിക്കുന്നു, മറുവശത്തൂടെ കാശുള്ളതുകൊണ്ട് പണിതുകൊണ്ട് വരിക്കുന്നു. അവർ വലിയ തോതി പണിയുന്നത്, നമ്മൾ ചെറിയ തോതി പണിയുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. എല്ലാവരും പണിതുകൊണ്ടിരിക്കുക. വിൽക്കുക, വാങ്ങുക, തിന്നുക, കുടിക്കുക, പണിയുക, പൊളിക്കുക. ഇതൊക്കെ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമായിട്ട് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ മുമ്പാകെ ഇതൊക്കെ നടക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഓർത്തോണം എന്തോന്ന്, നമ്മുടെ മണവാളൻ വരും, നമ്മുടെ കർത്താവ് വരും, കാഹളം വാനിൽ ധ്വനിക്കും. ഏത് നിമിഷത്തിലും അത് സംഭവിക്കാം. അത് സംഭവിച്ചാൽ കർത്താവ് ഇന്ന് വന്നാൽ തുടർന്ന് ഒരു 7 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകും. അന്ന് ആക്ഷനിൽ വരും എന്ന് പറഞ്ഞാൽ മഹോദ്രവകാലത്തിൻ്റെ സമാപ്തിയിൽ യേശു കർത്താവ് മഹത്വത്തോടെ തൻ്റെ സ്വർഗീയ സൈന്യങ്ങളോടെ മടങ്ങി വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഈ എഴുതപ്പെട്ട പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി പടിപടിയായി നിവർത്തിക്കും. അന്ന് സകലരും നമ്മുടെ മഹാരാജാവിനെ, കർത്താവിനെ ആരാധിക്കാൻ യെരൂശലേമിലേക്ക് വരും. അവിടെ വന്ന് അവനെ ആരാധിക്കും. കൂടാരപ്പെരുന്നാളിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. കൂടാരപ്പെരുന്നാൾ ഏറ്റവും ഒടുവിലത്തെ പെരുന്നാളാണ്. അത് ആണ്ടിൽ 3 പ്രാവശ്യം ഇസ്രായേലിയർ ദൈവസേനയിൽ ചെല്ലണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിൽ 3ാമത്തെ രംഗമാണിത്. ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും, യഹൂദന്മാർ മാത്രമല്ല, അന്ന് സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ച സകല ജനങ്ങളും യെരൂശലേമിലേക്ക് വന്ന കർത്താവിനെ ആരാധിക്കും. ഇത്രയും വലിയ ജനക്കൂട്ടമൊക്കെ എങ്ങനെ ഉൾക്കൊള്ളില്ലയോ? അതിന് കാരണങ്ങളുണ്ട്. അന്ന് ഭൂപ്രകൃതിയിൽ വരാൻ പോകുന്ന മാറ്റം, ചില കാര്യങ്ങൾ ഞാൻ ഒരു ക്ലാസ് സൂചിപ്പിച്ചാൽ, ബാക്കിയുണ്ട്, അത് മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഇന്ന് നമുക്കതിന് സമയമില്ല. അപ്പോൾ വിശാലമായ സ്ഥലം അന്ന് ഒരുക്കപ്പെടും. ജനങ്ങളെ എല്ലാം ഒന്നിച്ചു കൂട്ടാനായിട്ട് സാധിക്കും. ഈ കൂടാരവാസം നമ്മളെ ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ താൽക്കാലികമായി പോകേണ്ടവരെ, അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് തീർത്ത് റെഡി ആയിരിക്കണം. എന്നെ ഇവിടെ കുറ്റി അടിച്ച് കാര്യം കെട്ടി ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റികൾ, സമാഗമന കൂടാരത്തിൻ്റെ കുറ്റികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് താമ്രം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചാൾ അവിടെ അടിച്ച് വെള്ളം എണ്ണ ഒഴിച്ചും ചേർക്കുന്നു, അത് കെളുത്ത് വരികയും വേര് പിടിക്കുമെന്നും ഇല്ല. നമ്മളിവിടെ അധികം വേറൊന്നും പിടിപ്പിക്കേണ്ടെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ ആഴത്തിലോട്ട് അധികം പോകണ്ട, മേളിലോട്ട് പോകാനുള്ള ഒരുക്കത്തിൽ ജീവിച്ചോണം. 70, 50, 100 കിലോയുള്ള മനുഷ്യ ശരീരങ്ങളാണ് പലരുടെയും. അതിൽ കൂടുതലുള്ളവരും ഉണ്ട്. സാമാന്യ രീതിയിൽ ഒരു 70, 75ഒക്കെയാണ്. ഈ 75 കിലോ തൂക്കമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ എത്ര ഭാഗമാണ് മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത്? മൊത്തം പറഞ്ഞാൽ 2 ചെറിയ പപ്പടത്തിൻ്റെ അത്രയും വലിപ്പത്തിൽ ഈ കാലിൻ്റെ അടിയിലെ പൊത്തക്കടിയിൽ ഈ ഭാഗത്ത് കുറേ, മുന്നിലും കുറേ. ആ വിരലും ഈ കുറച്ച് ബാക്കി ഇടഭാഗം കാലിൽ മുട്ടുന്നില്ല, തറയിലെ ഉണ്ടോ? മണ്ണുമായിട്ട് കണക്ഷൻ കുറവാണ്. മണ്ണിൽ കണക്ഷൻ കുറവായിട്ട് നമ്മളെ മേളിലോട്ടാണ് നിർത്തിയിരിക്കുന്നത്. എന്തിനാണ് നിർത്തിയിരിക്കുന്നത്? നമ്മൾ ഈ മണ്ണിൽ വേരിറങ്ങി ഇവിടെ നിൽക്കാനുള്ളവരൊന്നുമല്ല, അങ്ങ് മേളിലോട്ട് പോകാനുള്ളവരാണെന്നുള്ള കാര്യം നമ്മളെ ഓർപ്പിക്കുന്നതാണ്. വല്ലതും അറിയാമോ ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ്? ഈ ബോധത്തോടുകൂടെ നമുക്ക് ജീവിക്കണം. ഈ മണ്ണയെന്ന് പറഞ്ഞ് ജീവിക്കാനിടയാകരുത്. ഭക്തനായ C.S. മാത്യു സാർ എഴുതിയ പാട്ട് പോലെ, ഈ മണ്ണെ പ്രതി മാണിക്യം പിടിക്കരുത്. ഈ മണ്ണ് മതിയെന്ന് വെച്ചാൽ മാണിക്യം പോകും. ഏത് വേണമെന്ന് തിരഞ്ഞെടുത്തോണം. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഈ കക്ഷത്തിൽ ഇരിക്കുന്ന പോവുകയരുത്, ഇത്തരത്തെ ഇരിക്കുന്ന എടുക്കുകയും വേണം. അപ്പൊ 2 കൂടെ നടക്കുകയില്ല. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുക. ഒന്നുകിൽ മണ്ണ് അല്ലെങ്കിൽ മാണിക്യം. ആ ഭക്തൻ പാടി, ഈ മണ്ണെ പ്രതി മാണിക്യം വെടികയില്ല ഞാൻ. ആ ബോധ്യമുള്ളവർ ആയിട്ട് നമുക്ക് ജീവിക്കാൻ ഇടയാകണം. ഈ കൂടാരവാസത്തിന്റെ നാളിൽ നമുക്ക് കരുതലോടെ വേണം. 1000 ആണ്ടുവാഴ്ചയിലും ഈ കൂടാരവാസത്തിന്റെ അനുസ്മരണം ഉണ്ട്. അത്രയും സുരക്ഷിതമായ സുഭിക്ഷമായ കാലത്ത് പോലും ഇതൊക്കെ ഓർക്കപ്പെടേണ്ടതാണെങ്കിൽ ഇത് ഓർക്കേണ്ടതല്ലേ?
ഇസ്രായേൽ മക്കൾക്ക് പെസഹ പെരുന്നാൾ ഏർപ്പെടുത്തി കൊടുത്തതിൻ്റെ ഒന്നാമത്തെ പെരുന്നാളത് ഏർപ്പെടുത്തിയതിൻ്റെ കാരണം തന്നെ എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ പിതാക്കന്മാർ അടിമദേശത്തായിരുന്നു. പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടവരെ വീണ്ടെടുത്തതാണ്. ആ വീണ്ടെടുപ്പിന്റെ ഓർമ്മ മിസ്രൈമ്യ ഭവനങ്ങളിലെല്ലാം വലിയ നിലവിളി. സംഹാരകൻ കടന്നു വന്നു. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആദ്യജാതന്മാരൊക്കെ കൊല്ലപ്പെട്ടു. കൊട്ടാരത്തിലും കയറി. അവിടെ സെക്യൂരിറ്റി പെഷിലേറിയ, അതുകൊണ്ട് അങ്ങോട്ടോ ചെല്ലത്തില്ലെന്നും വിചാരിക്കണ്ട കേട്ടോ. ഏത് കരിമ്പൂച്ച ഉണ്ടെങ്കിലും എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും സംഹാരദൂതൻ കയറി വരും. ഭരണക്കാരും അധികാരികളും സ്ഥാപിത താല്പര്യക്കാരൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പാവപ്പെട്ട കുടിലൊക്കെ കഴിയുന്ന ദൈവമക്കളുണ്ട്, അവർക്ക് അവിടെ ഒരു സെക്യൂരിറ്റിയും ഇല്ല, സേഫ്റ്റിയും ഇല്ല. പക്ഷേ സ്വർഗീയ ദൂതന്മാരുടെ കാവലുണ്ട്. അവിടേക്ക് കയറി ചുമ്മാ കൈകാര്യം ചെയ്യാൻ ചെന്നാൽ വിവരം അറിയും. അങ്ങനെ വെളിപ്പെട്ട അനവധി രംഗങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. സർവശക്തനായ ദൈവം അവിടുന്ന് ധന്യനായ ഏകാധിപതിയായി വാഴുകയാണ്. അവിടുത്തെ ജനത്തിന് ഈ കാവലും കരുതലും പരിപാലനവും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഭാവി യുഗങ്ങളിലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ സന്നിധിയിലെ സുരക്ഷിത ജീവിതം, 1000 ആണ്ട് വാഴ്ചയുടെ മനോഹരത, കർത്താവിനെ ആരാധിക്കുവാൻ സകല ജനങ്ങളും, നേരത്തെ നമ്മൾ വായിച്ചത് എല്ലാം മുഴങ്കാലും മടങ്ങും. മടങ്ങാത്ത ഒരു കാലമില്ല. ഇത് വാദം പിടിച്ച് നീര് വന്നത് വഴങ്ങത്തില്ല, വളയത്തില്ലെന്ന് പറഞ്ഞാൽ അന്ന് വാദവും നീരും ഒന്നും ഇല്ലല്ലോ. രോഗമില്ലെന്ന് നമ്മൾ ഒരു വായിക്കല്ലേ. ആയുഷ്മാന്മാരായി ദീർഘായുസായിട്ടിരിക്കുന്ന ജനത്തിന് രോഗമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കാലം മടങ്ങാൻ പറ്റും. എനിക്ക് ഇത്ര പ്രായം കൂടില്ല, അതുകൊണ്ട് വളയത്തില്ലെന്നൊന്നും പറയാൻ പറ്റുകയില്ല. പ്രായം കൂടിയവരും കുറഞ്ഞവരും ഒക്കെ വീണു വണങ്ങി വളഞ്ഞ് നമസ്കരിച്ച് ആരാധിക്കുന്ന കാലം വരുവാൻ. അന്ന് പൊത്തയും കൊഞ്ഞൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സ്പഷ്ടവും ഗുണമായിട്ട് തന്നെ ഏറ്റുപറയും യേശു കർത്താവിന്റെ നാമം. അങ്ങനത്തെ ഒരു കാലം വരാൻ പോവുകയാണ്. മീഖ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ച്. മീഖ 1:11. മീഖ പ്രവചനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. സോറി, മീഖ അല്ല, മാലാഖി 1:11. വാക്യം മാറിപ്പോയി. മാലാഖി പ്രവചനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. മൂന്നാല് വാചകങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നതാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ പ്രദേശം മുഴുവൻ കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ, അല്ലെങ്കിൽ പടിഞ്ഞാറേ അറ്റം മുതൽ കിഴക്കേ അറ്റം വരെ, ദിക്കോട് ദിക്കെല്ലാം എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലിയതാകുന്നു. ആ കാലത്ത് അത് നടക്കാൻ പോകുന്നു. ഇന്ന ജാതികളൊന്നും ഇത് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. യേശുവിൻ്റെ നാമം കേൾക്കുന്നതിന് ചിലർക്ക് അലർജിയാണ്. വേറെ ഏത് പിശാചിൻ്റെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല, യേശുവിനെ കുറിച്ച് പറയരുതെന്ന് എല്ലാവരും പറഞ്ഞു. അത് മാത്രം പറയാം, വേറെ എന്താ വേണേ പറഞ്ഞു, കുഴപ്പമില്ല. എന്നാൽ അന്ന് സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ നാമം സകല ജാതികളുടെയും ഇടയിൽ വലിയതായിരിക്കും. എല്ലായിടത്തും എൻ്റെ നാമത്തിന്, യേശു ക്രിസ്തുവിന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിക്കപ്പെടും. എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ, വീണ്ടും എടുത്തു പറയാം, ജാതികളെന്ന്, നേഷൻസ്, ജനവർഗങ്ങളുടെ ഇടയിൽ, ജനസമൂഹങ്ങളുടെ ഇടയിൽ വലിയതായിരിക്കും, അംഗീകരിക്കപ്പെട്ടതായിരിക്കും. അതിനെ ഉറപ്പിച്ച് പറയുന്ന 1000 ആണ്ട് വാഴ്ചയിൽ സകല രാജ്യങ്ങളിലുമുള്ള സകല ജനങ്ങളും സകല ജാതിക്കാരും കർത്താവിനെ ആരാധിക്കാനായിട്ട് വരും. അപ്പം നമ്മുടെ ഇന്ത്യക്കാരൊക്കെ അവിടെ കാണും. ഇന്ത്യക്കാരെ കാണും, ഒരു കൂട്ടം ആളുകൾ കാണും. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ അനുസരിച്ച് പറഞ്ഞാൽ ഏറ്റവും മേളിയിരിക്കുന്ന ബ്രാഹ്മണരാണ്, ഇല്ലയോ? ബ്രാഹ്മണർ വരുമോ കർത്താവിനെ ആരാധിക്കും? അവർ സംസ്കൃതമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന പാർട്ടികളാണ്. സകല ബ്രാഹ്മണന്മാരും നമ്പൂതിരിമാരും അവിടെ വന്ന്, അന്ന് ജീവനോടെ ഉള്ളവരുണ്ടെങ്കിൽ അവിടെ വന്ന് കർത്താവിനെ നമസ്കരിക്കും, അവിടുത്തെ നാമം ഏറ്റു പറയും. യേശുവെ അവിടുന്നാണ് കർത്താവിന് സംസ്കൃതത്തിൽ തന്നെ പറയും, ഏത് ഭാഷയിൽ പറയാം. അത് മാത്രമല്ല, സകല ജാതികളും വരും, ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും, നമ്മുടെ നാട്ടിലുള്ള നമ്പൂതിരിമാരും നായാടി വരും എന്നൊക്കെ പറയുന്ന ഭാഷയിൽ പറഞ്ഞ ചെറിയവരും വലിയവരും താണജാതിക്കാരും ജാതിപ്പെടാത്തവരും ഒക്കെ വരും, ST എല്ലാം വരും. സകലരും വന്ന് എന്ത് ചെയ്യും? നമസ്കരിക്കും. നസ്രാണികൾ വരുമോ? നസ്രാണികൾ ആരാ? അത് വലിയ പിടിയില്ലെന്ന് തോന്നുന്നു. എന്നാലും നാട്ടുകാർക്കറിയാം അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ ഇന്ന് കർത്താവിനെ സ്വീകരിക്കുന്നവരൊക്കെ നമ്മുടെ കാണും. ഈ കർത്താവിനെ രക്ഷകനായിട്ട് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ഏത് മലങ്കര നസ്രാണി ആയാലും നിത്യനരകത്തിലേക്ക് പോകും, അവിടെ ഒന്നും കാണത്തില്ല. ദൈവം രക്ഷ എല്ലാവർക്കും സൗജന്യമായി തന്നിരിക്കുക. ജാതിയുടെയും മതത്തിന്റെയും സൂര്യാനിക്കാരാ, മറ്റോരാ ലത്തീൻകാരാ എന്നൊക്കെ പറഞ്ഞ് ഗമയടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വീണ്ടും ജനിച്ചില്ലെങ്കിൽ നീ ഏത് കാരണോ കാര്യമായിരുന്നാലും എരി നരകമാ നിനക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കും.
ഇത് നരകം മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയതല്ല. കർത്താവ് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകം. എന്നാൽ പിശാചിനോട് ചേർന്ന് അതേ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യന്മാരെ ഇടാൻ പറ്റിയ സ്ഥലം വേറെ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തന്നെയാണ് ഇവരെ വിടുന്നത്. ഒരുത്തരെയും ദൈവം സൃഷ്ടിച്ചത് നരകത്തിലേക്ക് പോകാനല്ല. ചില ആളുകൾ സുവിശേഷം പറയുമ്പോഴൊക്കെ പറയും, നരകത്തിൽ പോകാനും കുറച്ച് പേരൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ രക്ഷിക്കപ്പെടുന്നില്ല. എന്തോ ഒരു എളുപ്പമാണെന്ന് പറഞ്ഞു പറത്തി കേട്ടപ്പോൾ ഈസിയാണ് നരകത്തിലോട്ട് പോകുന്നത്. ഐസ്ക്രീം തിന്നുന്ന പോലാന്ന് തോന്നുന്നു. അതിന്റെ പരിസരത്തൂടെ പോയാൽ അവനും സഹിക്കാൻ പറ്റത്തില്ല. അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നെബൂഖദ്നേസർ രാജാവ് 7 മടങ്ങുള്ള തീച്ചൂളയിലേക്ക് 3 എബ്രായ ബാലന്മാരെ കൊണ്ടിടാൻ പോയി ഇല്ലയോ? ഇടാൻ പോയപ്പോൾ കൽപ്പനയല്ലയോ, രാജകൽപ്പനയെ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? സൈന്യത്തിലെ ബലവാന്മാരായ ഭടന്മാരാണ് ഇവരെ വഹിച്ചുകൊണ്ട് കണ്ടുപോകുന്നത്, പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നത്. എന്താ പറ്റിയെന്നാ വായിക്കുന്നത്? തീയുടെ മണം അടിച്ചപ്പോഴേ ഭംഗിപ്പോയി, കരിഞ്ഞ് ചാരം പോലെ. കൊണ്ടുപോയമാരെ കാണാനില്ല. തീ വീണോരോ ഒരു കുഴപ്പമില്ല. അതാ വ്യത്യാസം കേട്ടോ. അപ്പൊ 7 മടങ്ങുള്ള ചൂളയ്ക്ക് ഇത്രയുമാണെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ ചൂടായിരിക്കും നിത്യനരകത്തിന്റെ ചൂട്. കെടാത്ത തീയും ചാകാത്തവുമുള്ള അഗ്നി ഗന്ധകങ്ങൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന നിത്യാഗ്നി എന്ന വചനം പറയുന്നത് ഇറ്റേണൽ ഫയർ. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക, അതാ നരകം. ഇതിനൊന്നും നിസ്സാരമായിട്ടൊന്നും ആരും കാണരുത്. കണ്ടാൽ അതിന് കണക്ക് പറയേണ്ടതായിട്ട് വരും. ആ എരി നരകത്തിൽ നിന്നാണ് നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനും രക്തവും കാൽവരി മലയിലെ മരക്കുരിശിൽ മനസ്സോടെ ഏൽപ്പിച്ചു. അവിടുന്ന് നമ്മളെ അത്രയധികമായി സ്നേഹിച്ചു. ഇത്ര നല്ലൊരു രക്ഷകൻ വേറെ ആരുണ്ട്? ഇതുപോലൊരു കർത്താവ് വേറെ ആരുണ്ട്? ഇത്രത്തോളം ആരാധ്യൻ ആരുണ്ട്? ഈ കർത്താവിനെ അറിഞ്ഞാരാധിക്കുവാനിടയായാൽ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ പദവി എന്ന് പറഞ്ഞാൽ അതിന് തുല്യം പറയാൻ മറ്റൊന്നില്ല. സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ ആരാധിക്കുവാൻ എല്ലാവരും വന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമസ്കരിക്കും, ആരാധന അർപ്പിക്കും. നമുക്കിന്നേ ആ ഭാഗ്യം കിട്ടിയല്ലോ. ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരിമിതികളുടെ മധ്യത്തിലും യേശുക്രിസ്തു സത്യദൈവമാണെന്ന് അറിഞ്ഞ് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ പദവി കിട്ടിയില്ലേ? 1-2 മണിക്കൂറുള്ള ചെറിയ ആരാധനയെ നമുക്കിന്നിപ്പോൾ ഇവിടെ ഉള്ളൂ സഭയിലൊക്കെ. എന്നാൽ നിത്യാരാധനയ്ക്ക് വേണ്ടി നാം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടുത്തെ ആരാധനയുടെ ടൈം ടേബിളൊന്നുമല്ല അവിടുത്തെ ടൈം ടേബിൾ. അതേക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പാടുകൾ നമുക്ക് ലഭ്യമായിട്ടുമില്ല. എന്നാൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയായിരിക്കും. നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. സഖരിയ പ്രവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം. സഖരിയ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം. ആ കാലത്ത്, ഏത് കാലത്ത്? മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്ന ആ കാലത്ത്, 1000 വർഷത്തെ തുടർ പ്രോഗ്രാമായി ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അന്നത്തെ ടൈം ടേബിളിൽ പെട്ടതല്ല. ആ കാലത്ത് എന്ത് ചെയ്യും? സകല ഭാഷകളിൽ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യും? യഹൂദനോട് പറയും. യഹൂദനാണല്ലോ അന്നത്തെ മെയിൻ കഥാപാത്രങ്ങൾ. അവരോട് പറയും, ഞങ്ങളും വരുന്നെന്ന്. എങ്ങോട്ടാ? യഹൂദൻ ആരാധിക്കുന്ന അവരുടെ ദൈവമായ യഹോവയെ ആരാധിക്കാൻ യെരൂശലേമിലേക്ക്. ഒരു യഹൂദന്റെ വസ്ത്രത്തിൽ എത്ര ജാതികൾ പിടിച്ചേക്കുന്നത് പറഞ്ഞേക്കുന്നത്? 10. അപ്പോൾ ഓരോരുത്തർ 10 വെച്ചാകുമ്പോൾ 100 യഹൂദന്മാർക്ക് എത്ര? 1000 ഇല്ലേ? ജനം വർദ്ധിക്കുക, ആളുടെ എണ്ണം അനുസരിച്ച് ഈ ജാതികളെല്ലാം വരും. എന്തിനു വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കാൻ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും. ഞങ്ങളും നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും. ഇന്നത് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നില്ലയോ? നമ്മളും സത്യാരാധകരനാണെങ്കിൽ ജനത്തിനൊക്കെ ഒന്ന് ബോധ്യം വന്നെങ്കിൽ അവർ ഇതുപോലെ ഞങ്ങളുടെ ആരാധനയ്ക്ക് വരിക എന്ന് പറഞ്ഞ് സഭകളിൽ വന്നെങ്കിൽ നമ്മൾ കെട്ടിടമൊക്കെ പൊളിച്ച് കളയേണ്ട കാലം എന്നേ കഴിഞ്ഞു പോയി ഇല്ലയോ? ഇനിയും നമുക്കിവിടെ സ്ഥലമുണ്ട്. നമ്മുടെ എല്ലാ ആരാധനാലയങ്ങളിലും സ്ഥലമുണ്ട്. ഞങ്ങളും നിങ്ങളോടുകൂടെ വരുന്നു. അവർക്ക് ആ ബോധ്യമുണ്ട്. ആർക്ക്? സകല ജാതികൾക്കും. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലയോ ഇന്ത്യക്കാരായ ജാതികളെ കുറിച്ച്? സംഘികളും RSSകാരും ബലിജനങ്ങളും സകലമാരും അന്ന് ജീവനോടിരിക്കുന്ന ഓരോ തലമുറകൾ യേശു കർത്താവ് സത്യദൈവമാണെന്ന് അറിഞ്ഞാരാധിക്കാൻ വരും. ഇന്ന് സുവിശേഷം പറയരുത്, യേശുവിനെ ആരാധിക്കല്ല, പള്ളി വലിച്ചു പൊളിക്കുന്നു, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു, അവരെ തടവിലാക്കുന്നു, ജയിലിലിടുന്നു, അന്യായമായിട്ട് ദേഹോദരം ചെയ്യുന്നു, അവരുടെ വസ്തുവകൾ പിടിച്ചെടുക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നത്. മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ഒരേ ഒരു വിഭാഗം ഇനി ക്രിസ്തീയ സമൂഹമാണ്. ചോദിക്കാനും പറയാനും നാളില്ല. ഭൂരിപക്ഷത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും അങ്ങനെയൊക്കെ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ, അവർക്കെല്ലാം ശക്തമായ താക്കീതാണ് ഈ വചനം. അന്ന് ഒരു യഹൂദന്റെ വസ്ത്രാഗ്രത്തിൽ പിടിച്ചുകൊണ്ട് 10 ജാതികൾ, കേരളത്തിൽ നിന്ന് അന്ന് ആരൊക്കെയായിരിക്കും? നായന്മാരെ, ഈഴവര്, പിന്നെ ഒരു 10 കൂട്ടരെ എന്ന് പറഞ്ഞു. ഇവരെല്ലാം ഒരു യഹൂദന്റെ വസ്ത്രത്തിന്റെ നമ്മുടെ കാര്യം നമ്മളെ പിടിച്ചോണ്ടല്ല വരുന്നത്. കാരണം അവർക്കറിയാം നമ്മളെ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതാ
എന്നാൽ യഹൂദന്റെ ആ വിശ്വാസതീഷ്ണതയും കർത്താവിനോടുള്ള സമർപ്പണവും ബോധ്യമാകുമ്പോൾ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രത്തിൽ പിടിച്ചുകൊണ്ട് അവർ പറയും, ഞങ്ങളും പോരുന്നു നിങ്ങളോടുകൂടെ. കാര്യത്തിന് മാറ്റം വരുന്നേ കണ്ടോ? തീർച്ചയായിട്ടും സംഗതികൾക്ക് മാറ്റം വരും. ദൈവജനത്തിന്റെ ഈ പീഡനങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഒരു ചുരുങ്ങിയ കാലയളവേ ഉള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നൊടിനേരത്തേക്കുള്ള ഈ ലഘുവായ സകലം. ആ നൊടിനേരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആയുഷ്കാലമാണ്. 79 വർഷം നീണ്ടിരിക്കുന്നത്. അത്രയും കാലം പീഡയൊന്നും ഉപദ്രവമൊന്നും അല്ല, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. അതും ശരിക്കും സുവിശേഷം പറഞ്ഞാലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന തെറ്റാണെന്നും യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതാണ് സത്യാരാധന എന്നും പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. നമ്മളെല്ലാം ഭായിമാരാ, അതുകൊണ്ട് കുഴപ്പമില്ല. അബ്രാമിന്റെ മക്കളാ, കുഴപ്പമില്ല. നിങ്ങൾ അവിടെ ആരാധിച്ചോ, ഞങ്ങൾ ഇവിടെ ആരാധിച്ചോ എന്നൊന്നും ഒരു പ്രശ്നമില്ല. അതല്ല സുവിശേഷം. യേശു അല്ലാതെ ഒരു രക്ഷകനില്ല. യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, സേവിക്കരുത്, ആരാധിക്കരുത്. ഈ ശക്തമായ ദൈവിക സത്യങ്ങൾ, ഈ സന്ദേശം പറയണം. റോമാലേഖനത്തിൽ നമ്മൾ ആദ്യ അധ്യായങ്ങൾ വായിക്കുന്നുണ്ട്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷിയുടെ ജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളാക്കി മാറ്റി മനുഷ്യർ സൃഷ്ടാവിനേക്കാളും സൃഷ്ടിയെ ഭജിക്കുന്ന, ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് താണുപോയി. ആ അവസ്ഥയിൽ നിന്ന് സൃഷ്ടാവെങ്കിലേക്ക് ഒരു മടങ്ങി വരവ് സകല സൃഷ്ടിക്കും ഉണ്ടാകണം. ഇന്നത് ഭാഗികമായിട്ടാണെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ അത് സമ്പൂർണ്ണമായിട്ട് നടപ്പിലാകും. ദൈവിക പദ്ധതികൾ അക്ഷരപ്രകാരം നടക്കും. ദൈവത്തിന് സ്തോത്രം. ഈ സത്യം ഉറപ്പിക്കുന്ന പുതിയ നിയമവാക്യങ്ങളുമുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാൻ പരിചയമുള്ള വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. അന്ന് എന്ത് ചെയ്യുമെന്നാ വായിക്കുന്നത്? സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലുകളും എവിടെ മടങ്ങും? യേശു കർത്താവിന്റെ മുമ്പാകെ മടങ്ങും. എന്നിട്ട് എന്തോ പറയും? എല്ലാ നാവും ഏറ്റു പറയും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ അതേ വാചകം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യം വായിച്ച വാക്യം. അതിന്റെ പുതിയ നിയമ വേർഷനായത്. വളരെ സാമ്യമുണ്ട് ഈ വാക്യങ്ങൾ തമ്മിൽ. എല്ലാ നാവും ഏറ്റു പറയും. എന്തോ ഏറ്റു പറയും? യേശു കർത്താവ്, യേശു മാത്രം കർത്താവ്, കർത്താതി കർത്താവ്, രാജാതി രാജാവ്. അത് യേശു മാത്രമാണ്, മറ്റാരുമല്ല. ഞങ്ങൾ മുമ്പ് സേവിച്ചുകൊണ്ടിരുന്ന ദേവന്മാരും ദേവിമാരും ഒന്നുമല്ല, ആ മിഥ്യാമൂർത്തികളെന്നുള്ള യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവമെന്ന് തറപ്പിച്ചുറപ്പിച്ച് സകല ജാതികളും പറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനായിട്ട് വരും. ഇന്ന് അത് സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവം അതിനുള്ള കൃപ സകല ജാതികൾക്ക് നൽകുമാറാകട്ടെ. ഒരു ഭാഗം കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 15-ന്റെ 4. ഇരിക്കും. സകല ജാതികളും വന്ന് നമസ്കരിക്കും. കർത്താവേ, നിന്നെ ആരും ഭയപ്പെടാതിരിക്കും. കാരണം എന്താ? നിന്റെ ന്യായവിധികളെല്ലാം സത്യവും നീതിയുമുള്ളതാണ്. മഹോദരകാലത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. തുടർന്ന് പറയുകയാണ്, നീയല്ലോ ഏക പരിശുദ്ധൻ. എത്ര പരിശുദ്ധൻ? ഏക പരിശുദ്ധൻ. അപ്പൊ വേറെ പരിശുദ്ധന്മാരുണ്ടോ? ഇല്ല, വേറെ ഒരു പരിശുദ്ധനുമില്ല. വചനം തറപ്പിച്ചുറപ്പിച്ച് പറയുക, നീയല്ലോ ഏക പരിശുദ്ധൻ. അത് യേശുക്രിസ്തുവിനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്ന വാക്കാണ്. കർത്താവേ, നീയല്ലോ ഏക പരിശുദ്ധൻ. യേശുക്രിസ്തുവിനെ അല്ലാതെ ഒരാളും പരിശുദ്ധൻ എന്ന് വിളിക്കാൻ നമുക്ക് അവകാശമില്ല. ആരെങ്കിലും പരിശുദ്ധന്മാരെന്ന് അവകാശപ്പെട്ടാൽ അവരാരും പരിശുദ്ധന്മാരല്ല, അശുദ്ധന്മാരാണ്. നേരത്തെ ഞാൻ ഓർപ്പിച്ച പോലെ ആ വാക്കുകൾക്കൊക്കെ അവരത് കണക്ക് പറയേണ്ടതായിട്ട് വരും. ഉത്തരം മുട്ടിപ്പോവും. നമുക്ക് ഈ പരിജ്ഞാനത്തോടെ ജീവിക്കാനിടയാകണം. നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളതാണ്. സകല ജാതികളും വന്ന് പറഞ്ഞ് നമസ്കരിക്കും എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിത്രമാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പേരിലുള്ള, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സത്യാരാധന സർവ്വഭൂമിയിലും സംജാതമാകുന്ന കാലമായിരിക്കും 1000 ആണ്ട് വാഴ്ച. ഇന്ന് കാണുന്ന കോടാനുകോടി ദൈവദേവന്മാരും മിഥ്യാമൂർത്തികളും അനുബന്ധമായതെല്ലാം മാറ്റപ്പെടും. അതിന് സഹായകരമായ 1-2 ഘടകങ്ങളുണ്ട്. ആദ്യത്തെ ക്ലാസ് ഞാനിവിടെ പറഞ്ഞതാണ്. 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭത്തിൽ മുന്നൊരുക്കമായിട്ട് തന്നെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ വാക്യങ്ങൾ വായിക്കുന്ന പോലെ സാത്താനെ 1000 വർഷത്തേക്ക് ബന്ധിച്ച് ചങ്ങലയിട്ട് അഗാധ കൂപത്തിൽ അടയ്ക്കും. അപ്പൊ ദൈവാരാധന അപകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പുള്ളിക്കാരൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടുമുക്കാലും പ്രശ്നം അതോടുകൂടെ തീരും. വിഗ്രഹാരാധനയ്ക്കുള്ള സാധ്യത കുറയും. രണ്ടാമത്, വിഗ്രഹാരാധനയുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മിഥ്യാമൂർത്തികളും അതുപോലുള്ള സംഗതികളും ഇല്ലാതാകും. ആ കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്നാൽ 1-2 വാക്യം നമുക്ക് വായിക്കാം. സക്കറിയ പ്രവചനം തന്നെ 13-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കും. സക്കറിയ പ്രവചനം 13-ാം അധ്യായം 2-3 വാക്യം.
ഇനി അവയെ ഓർക്കുകയുമില്ല. ഉം. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്ത് നിന്ന് നീക്കിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പോൾ മതി മതി. അപ്പോൾ മലിനാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാക്കൾ, അൺക്ലീൻ സ്പിരിറ്റ്, ദുരാത്മാക്കളെന്നും അശുദ്ധാത്മാക്കളെന്ന് പറയും. അതൊന്നും അന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കത്തില്ല. അതെല്ലാം ദേശത്ത് നീക്കണം. അതായത് സാത്താനെ ബന്ധിക്കുമ്പോൾ തന്നെ ഈ അന്ധകാര ആത്മാക്കളും ബന്ധിതരായി മാറും. 1000 ആണ്ട് വാഴ്ചയിൽ ഇവരാരും രംഗത്തുണ്ടാകുകയില്ല. ഇന്ന് ഈ അശുദ്ധാത്മാക്കളാണ് ഭൂമിയിൽ വലിയ തോതിൽ മനുഷ്യരെ വഴിതെറ്റിച്ച് പിശാചിനെ ആരാധിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അവരെല്ലാം പിശാചിന്റെ ഗംഗരന്മാരാണ്. ഈ അശുദ്ധാത്മാക്കളാണെന്ന് വിവിധ നിലയിൽ ദൈവങ്ങളാണെന്നും പറഞ്ഞ് ആരാധിക്കപ്പെടുന്നത്. ഇന്നത്തെ ജാതികളുടെ ആരാധനാമൂർത്തികളായ മിഥ്യാബിംബങ്ങളെല്ലാം ഇതാണ്. പേര് പലതാണെങ്കിലും അതിലെല്ലാം പിന്നിലുള്ള സത്യം ഇതാണ്. ഈ അശുദ്ധാത്മാക്കളാണ്. അവരെയാണ് വാഴ്ചകളെന്നും അധികാരങ്ങളെന്നും അന്ധകാരത്തിന്റെ ലോകാധിപതികളെന്നും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയെന്നൊക്കെ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കും. ഇവരെ എന്ത് ചെയ്യുമെന്നാണ് വായിക്കുന്നത്? ദേശത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കും, വാനിഷ് ചെയ്തിരിക്കും, എല്ലാത്തിനെയും ബന്ധിച്ച് അടച്ചിരിക്കും. അതുകൊണ്ട് അവർക്ക് ആർക്കും ഈ ഭൂമിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇവയുടെ പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണ്? വിഗ്രഹാരാധനയുടെയാണ് മെയിനായിട്ട്. മിഥ്യാമൂർത്തികളെയൊക്കെ സേവിക്കുന്ന സമ്പ്രദായം. മീഖാ പ്രവചനത്തിൽ ഒരു വാക്യം വായിക്കുക. മീഖാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ. അതിന്റെ ബാക്കി കാര്യം നമുക്ക് അവിടെ കാണാം. മീഖാ പ്രവചനം 5-ാം അധ്യായം 12 മുതൽ 14 വരെ. ഞാൻ രുദ്രപ്രയോഗങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് ഛേദിച്ചു കളയും. ശകുനഭാവികൾ നിനക്ക് ഇനി ഉണ്ടാകുകയുമില്ല. ഇല്ല. ഞാൻ വിഗ്രഹങ്ങളെയും സ്തംഭപ്രതിഷ്ഠകളെയും നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. നീ ഇനി നിന്റെ കൈകളിയെ നമസ്കരിക്കുകയുമില്ല. മനുഷ്യന്റെ കൈപ്പണിയായ വിഗ്രഹങ്ങളും സ്തംഭങ്ങളും ബിംബങ്ങളും അതിനെ ആരാധിക്കുന്ന അതിന്റെ പൂജകന്മാരായ സേവകന്മാർ, ബാലിന്റെ പ്രവാചകന്മാരെന്നൊക്കെ വായിക്കുന്നത്, അതുപോലുള്ള വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന കാർമ്മികന്മാരായ മന്ത്രവാദികൾ, ശകുനവാദികൾ, ഇതുപോലുള്ള ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ ദൈവം നിരോധിച്ചിട്ടുള്ള ആ കൂട്ടത്തിൽപ്പെട്ട ഒരൊറ്റയാൾ ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല. അതുതന്നെ ഒരു അനുകൂല ഘടകം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഗ്രഹാരാധനയ്ക്കുള്ള യാതൊരു സ്കോപ്പും 1000 ആണ്ട് വാഴ്ചയിലില്ല. സത്യദൈവത്തിന് മാത്രം ആരാധന അർപ്പിക്കപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു കാലയളവായിരിക്കും ആ കാലയളവെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കും. ഒരു ഭാഗം കൂടെ വായിച്ച് നമുക്കത് അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെ ഒന്ന് വായിച്ചു. യെശയ്യാവ് 2:18 മുതൽ. മിഥ്യാമൂർത്തികളോ അശേഷമില്ലാതാകും. എന്തുവാ വായിച്ചേ? തങ്ങളുടെ കൈകൊണ്ട് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും മരം കൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ബിംബങ്ങൾ, അതിന് ദൈവവചനം പറയുന്നത് മിഥ്യാമൂർത്തികൾ, വിഗ്രഹങ്ങൾ. അതിനെന്ത് ചെയ്യും? മനുഷ്യരെന്ത് ചെയ്യും? തുരപ്പനയിലേക്ക് നരച്ചീറിനും. അന്ന് ഇന്ന് ദൈവം ആന പറഞ്ഞ് ചുമന്നുകൊണ്ട് നടക്കുന്ന സാധനത്തിനെ അതിനെടുത്ത് കളയുമെന്ന്. ഇന്നേ അത് കളഞ്ഞിരുന്നേ എത്ര നല്ലതായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിവൃത്തിയാകാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി എഴുതി വച്ചിരിക്കുന്നത്. ഇതിനെ ആർക്ക് തടയാൻ പറ്റും? ഏത് ലോക ഗവൺമെന്റിന്, ഏത് മതത്തിന്, ഏത് അധികാരത്തിന് ഇത് തടയാനായിട്ട് സാധിക്കും? ആർക്കും കഴിയില്ല. രാജാതിരാജാവ്, കർത്താതികർത്താവ് ഭൂമിയുടെ ആധിപത്യം ഏറ്റെടുത്ത് നീതിയോടും ന്യായത്തോടും സത്യത്തോടും വിശുദ്ധിയോടും കൂടെ ഈ ലോകത്തെ ഭരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിവൃത്തിയാവും. വിദ്യാമൂർത്തികളൊക്കെ എടുത്ത് നരിച്ചീറിനും തുറപ്പനിലേക്കൊക്കെ ഇട്ട് കൊടുക്കും. എലി തുറന്നോട്ടെന്ന്. വേറെ നമുക്കിതിനോടൊന്നും ഉപയോഗമൊന്നും ഇല്ലെന്ന്. എത്ര കാലം ചുമന്നുകൊണ്ട് നടന്നതാ. ഈ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ തന്നെ ഈ ബോധം ഇതിനേക്ക് എടുത്ത് കളഞ്ഞിട്ട് ജീവനുള്ള ദൈവം ചുമക്കാൻ തയ്യാറാണെന്ന് എൻ്റെ അടുക്കൽ വരുകയിൽ ഞാൻ കരങ്ങളിൽ വഹിക്കാൻ പറയുമ്പോൾ കരം കൊടുക്കാതെ ഒഴിഞ്ഞു പോയവരൊക്കെ കഷ്ടപ്പെടുന്നത് എത്ര ദയനീയമായി. കൃപയാൽ നമുക്ക് ഈ ഭാഗ്യം ദൈവത്തോട്. ദൈവമക്കളെ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്, എത്ര പദവിയുള്ളവർ. നമ്മുടെ എന്തെങ്കിലും യോഗ്യതയാണ്. ദൈവത്തിൻ്റെ കൃപ മാത്രമല്ല ഇതിൻ്റെ ആധാരം. നമ്മളാരാ? ഇന്ന് തന്നെ ദൈവമക്കളായി തീർന്നിരിക്കുന്നു. ഇനി ആരാകാൻ പോവുകയാണ്? കർത്താവിനോട് സദൃശന്മാരായി രൂപാന്തരപ്പെടാൻ പോകും. തീർന്നോ? അവിടെ വേണ്ട, ഇല്ല. കർത്താവ് വാഴുമ്പോൾ അവനോടുകൂടെ വാഴുവാൻ തിമോഥെയോസ് ലേഖനത്തിൽ നമ്മൾ മുമ്പ് ഓർത്തുള്ള സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. വീണ്ടും അനവധി വാക്യങ്ങൾ ഉപമകളിലൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യോഗ്യതയ്ക്കനുസരിച്ചുള്ള പദവികളും കൂടെ തരും. 1000 ആണ്ട് വാഴ്ച തന്നെ നമ്മൾ ഇത്രത്തോളം ഉയർത്തപ്പെടുമെങ്കിൽ അതിനപ്പുറം കിടക്കുന്ന പുതിയ ആകാശഭൂമിയിലെ നിത്യവാസത്തിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ദൈവത്തോടുകൂടെ വസിക്കുവാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് അകന്നു പോയപ്പോൾ അവനെ കൃപയോടുകൂടെ വീണ്ടെടുത്ത് ദൈവാധിപത്യത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് സമ്പൂർണ്ണ ദൈവഹിതം നടപ്പിലാക്കുന്ന ആ മനോഹരമായ കാലം, അതാണ് 1000 ആണ്ട് വാഴ്ച. മിശിഹാ രാജാവിൻ്റെ
ആ മഹത്വപൂർണ്ണമായ ഭരണകാലത്തിൽ പങ്ക് നമുക്ക് ഇപ്പോഴേ തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ പ്രതീക്ഷയോടും പ്രത്യാശയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം. ഒരു കാര്യം കൂടെ നമുക്ക് ഓർക്കാൻ അടുത്തതായിട്ട്, അന്നത്തെ കാലത്ത് 1000 ആണ്ട് വാഴ്ചയിൽ ലോകം മുഴുവൻ സത്യത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലമായിരിക്കും. സത്യസന്ധതയുള്ള ഒരു ഭരണകാലം, ഒരു ഭരണകൂടമായിരിക്കും. അവിടെ കള്ളത്തരവും ചതിവൊന്നും അവിടെ ഉണ്ടാകത്തില്ല. വായിക്കാം നമുക്ക് യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം. യെശയ്യാവ് 45:4. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ മൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ അരമുറുക്കിയിരിക്കുന്നു. 4-ാമത്തെ വാക്യമാണോ വായിച്ചത്? ഓക്കെ. സക്കറിയ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം കൂടെ വായിച്ച്. സക്കറിയ 8:8. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ എന്റെ ജനത്തെ ഹൃദയദേശത്തു നിന്നും അസ്തമയദേശത്തു നിന്ന് രക്ഷിക്കും. ഞാൻ അവരെ കൊണ്ടുവരും, അവരെ ഇസ്രായേലിൽ പാർക്കും. സത്യത്തിലും നീതിയിലും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. സത്യത്തിലും നീതിയിലും അവരെനിക്ക് ജനമായിരിക്കും, ഞാൻ അവർക്ക് ദൈവമായിട്ട് വരും. ഉദയദേശത്തു നിന്നും അസ്തമദേശത്തു നിന്നും ഞാൻ എൻ്റെ ജനത്തെ കൂട്ടിവരും. ഇത് മഹോദ്രവകാലത്തിൻ്റെ ഒടുവിൽ ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കുന്നതിനോട് ബന്ധപ്പെട്ട് നടപ്പിലാകാൻ പോകുന്ന കാര്യമാണ്. അതിനുശേഷം നടക്കുന്ന കാര്യമാണ് സത്യത്തോടും നീതിയോടും കൂടെ സൗമ്യതയോടെ അവരെ പരിപാലിക്കുന്ന കാര്യം രേഖപ്പെടുത്തുക. അത് 1000 ആണ്ട് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ സത്യസാധ്യമായിരിക്കും, അത് സത്യസാമ്രാജ്യമായിരിക്കും. ദൈവവചനത്തിൽ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ദൈവത്തെ വിളിച്ചിരിക്കുന്നത് ദൈവം സത്യവാനെന്നാണ്. ദൈവം സത്യം. പിശാചും ബാക്കി എല്ലാവരും പോഷ്ക്ക് പറയുന്നവർ, മനുഷ്യന്മാരൊക്കെ പോഷ്ക്ക് പറയുന്നവർ, വ്യാജം പറയുന്നവർ. എന്നാൽ ദൈവം ഒരിക്കലും വ്യാജം പറയത്തില്ല. വ്യാജം പറയുവാൻ അവൻ മനുഷ്യനല്ലല്ലോ എന്നാണ് ബിലാത്തിൻ്റെ പറഞ്ഞത്. സത്യദൈവമാണ്. എന്നാൽ ഈ സത്യദൈവത്തിൻ്റെ സത്യത്തെ മനുഷ്യൻ എന്താക്കി? വ്യാജമാക്കി മാറ്റി. അത് റോമാലേഖനം 1-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ വായിക്കുന്നു. ആ വാക്യം ഒന്ന് വായിച്ച്. റോമർ 1:25. മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുറ്റം അതാ, കുറവതാണ്. റോമാലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വചനം. അതാ ദൈവത്തിൻ്റെ സത്യം അവരെന്ത് ചെയ്തു? വ്യാജമാക്കി മാറ്റിക്കൊള്ളു. ഏതും തുടങ്ങിയത് ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, ഇന്ന നാളെ മരിക്കും. വ്യാജം എന്താ പറഞ്ഞു? തിന്നു, ചാവത്തില്ല, ദൈവത്തെ പോലെ ആകും. നേരെ വിപരീതമാണ്. ദൈവത്തിൻ്റെ സത്യത്തെ എന്ത് ചെയ്തു? വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ഇന്നും സത്യമാണെന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജങ്ങൾ ആത്മീയ മണ്ഡലത്തിലും വ്യാപിച്ചിരിക്കുക. രാഷ്ട്രീയ മണ്ഡലത്തിൽ അതേ ഉള്ളൂ. മതവും ഇങ്ങനെ തന്നെയാണ്. വ്യാജങ്ങളുടെ ഒരു കൂടാരമാണ് മതമെന്ന് പറയുന്നത്. എന്നാൽ അതെല്ലാം അതിനപ്പുറം ഉയർന്നു നിൽക്കുന്ന ആത്മീയ മണ്ഡലം, ക്രിസ്തീയ മണ്ഡലം പോലും ഇന്ന് വ്യാജത്തിൻ്റെ അംശം നിറഞ്ഞ് വ്യാപിച്ചിരിക്കുക. അർത്ഥസത്യങ്ങളും ഒക്കെയായിട്ട് വന്നിരിക്കുകയാണ്. സമ്പൂർണ്ണ സത്യമല്ല. ദൈവത്തിൻ്റെ സത്യത്തെ അവരെന്ത് ചെയ്തു? വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ഇവിടെ ദൈവമക്കളാണ് നമുക്കൊരു മുന്നറിയിപ്പുണ്ട്. നമ്മളും ഈ വ്യാജത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഈ കൃപയിലേക്ക് വന്ന് ഇനി ഒരിക്കലും നമ്മളെ മുഖാന്തരം സത്യം വ്യാജമായിട്ട് മാറ്റപ്പെടാനിടയാണ്. നഷ്ടം വന്നാലും കഷ്ടം വന്നാലും സത്യം സത്യമായിട്ട് തന്നെ പറയണം. ഒരു കാര്യം പറഞ്ഞാൽ സത്യം പറയണം. സത്യം പറഞ്ഞാൽ പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചിലർ സത്യത്തെ നേക്കഡ് ട്രൂത്ത് എന്ന് വിളിക്കുന്നത്. നഗ്ന സത്യം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചില സത്യങ്ങളൊക്കെ പറഞ്ഞാൽ ജോലി നഷ്ടപ്പെടും, ചില സത്യങ്ങളൊക്കെ പറഞ്ഞാൽ കൂട്ടായ്മ നഷ്ടപ്പെടും, ചില സത്യങ്ങളൊക്കെ പറഞ്ഞാൽ സഭയിൽ നിന്ന് പുറത്താക്കിയെന്ന് വരും. പക്ഷെ പറയുകയാണെങ്കിൽ സത്യമേ പറയാവൂ. അർത്ഥസത്യങ്ങളും അസത്യങ്ങളും ദൈവമക്കൾ പറയരുത്. സത്യത്തിന് വിപരീതമാണ് വ്യാജം അല്ലെങ്കിൽ പോഷ്ക്ക്. പോഷ്ക്ക് പറയുന്നവനെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? അവൻ പോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ ഫാദറുമാണെന്നാണ്. ഇനി തന്തയ്ക്ക് വിളിക്കണമെന്ന് ആരും പറഞ്ഞേക്കരുത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. പുള്ളി അങ്ങനെ പറയുന്നവനും അവരുടെ അപ്പനുമാണെന്ന്. അവ നമ്മളും പോഷ്ക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പൻ ആരാണെന്ന് വരും? മറ്റേ പുള്ളി അത് വരും. അങ്ങനെ പേരുദോഷം വരാൻ ഇടയാകാതെ നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ സൽഗുണപൂർണരായിട്ട് ജീവിക്കുവാൻ നമുക്കും ഇടയാകണം. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. അപ്പം ദൈവം സത്യവാനാണ്. സത്യവാനായ ദൈവത്തിൻ്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞതുമാണ് മനുഷ്യവർഗത്തിൻ്റെ തെറ്റ്. അതിൽ പിശാചിന് ഒരു വലിയ പങ്കുണ്ട്. നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ എന്തായാലും സത്യദൈവത്തെ തിരിച്ചറിയുവാനും സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ സത്യത്തിലേക്ക്
മടങ്ങി വരുവാനും ഇടയായിത്തീരും. അങ്ങനെ ദൈവ മക്കളായിത്തീരുന്നവർ ഈ ദൈവിക സത്യങ്ങൾക്ക് ഒത്തോണം ജീവിക്കേണ്ടവരാണ്. സത്യത്തിൻ്റെ സാക്ഷികളാകണം. സത്യസാക്ഷികളായിട്ട് നിൽക്കുവാൻ ഇവിടെയാണ്. കർത്താവ് അങ്ങനെ ഒരു സാക്ഷിയായി നമ്മളും അതുപോലെ ആകണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. അന്ന് കർത്താവ് ഭൂമിയിൽ ഭരണം നടത്തുമ്പോഴും സത്യസന്ധമായ ഒരു ഭരണമായിരിക്കും. രാജ്യവും കള്ളത്തരവും ഒന്നും കാണത്തില്ല. മുമ്പൊരു ക്ലാസ് ഞാൻ പറഞ്ഞതാണ് മാവേലി ഭരിക്കുന്ന കാര്യം ഇല്ലയോ. കള്ളവും ചതിയും എള്ളോളം ഇല്ല. എള്ളെന്ന് പറഞ്ഞ് ചെറിയൊരു ധാന്യവും അത്രയും പോലും ഇല്ലെന്ന്. എത്ര നല്ല കാലമായിരുന്നില്ല. പക്ഷെ അത് ഭാവനയാവട്ടോ. അങ്ങനെ ഒരു കാലം ഭൂമിയിൽ ഉണ്ടായിട്ടേ ഇല്ല. ഒരു കാലത്തും ഒരു രാജ്യത്തും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും കള്ളവും ചതിയും ഉണ്ട്. എള്ളോളമല്ല ആനയോളം ഉണ്ട്. അങ്ങനത്തെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കള്ളമില്ലാത്ത, ചതിവില്ലാത്ത, വഞ്ചനയില്ലാത്ത ഒരു സുവർണയുഗം ഈ ലോകത്തിൽ വരും. അത് യേശു കർത്താവ് ഭരിക്കുമ്പോഴാണ്. 45-ാം സങ്കീർത്തനത്തിന് 4-ാം വാക്യം വായിച്ച്. 45-4 സങ്കീർത്തനം. അന്ന് രാജാവിനെ കുറിച്ച് പറഞ്ഞ കല്യാണത്തിനൊക്കെ വായിക്കുന്ന സങ്കീർത്തനമാണ്. ചെറുക്കനും പെണ്ണിനും വേണ്ടി ഉള്ളതല്ല. മെശിഹാ രാജാവിന്റെ ഭരണത്തെയാണ് ആ സങ്കീർത്തനം പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ആ മതി. മഹിമയോടെ കൃതാർത്ഥനായി വാഹനം വരിക. സത്യവും സൗമ്യതയും നീതിയും പാലിക്കപ്പെടുമെന്നാണ് വായിക്കുന്നത്. ഒരാൾക്കും സത്യത്തിനും നീതിക്കും ഒന്നും ഭംഗം വരികയില്ല. അർഹതപ്പെട്ടത് എന്താണോ അത് ഏതൊരു ജനത്തിനും അന്ന് അവിടെ ആ കാലയളവിൽ. ഇന്ന് സത്യത്തിനൊന്നും വിലയില്ല, നീതിക്ക് വിലയില്ല, സൗമ്യതയ്ക്കൊന്നും പ്രാധാന്യമില്ല. സൗമ്യതയോടൊക്കെ നമ്മുടെ ഒറ്റ കഴിവുകേടാണെന്ന് ആൾക്കാർ വിചാരിക്കുന്നത്. കഴിവുകേടല്ലാതെ ഒരു ക്രിസ്തീയ ഗുണമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സൗമ്യത കാണിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരെന്താ വിചാരിക്കും? ഇവന്മാർക്കൊരു കഴിയത്തില്ലാത്തവർ, അതുകൊണ്ടാണ് ഇന്ന് തല്ലുകൊള്ളുന്നത്. ഒന്നിങ്ങോട്ട് തല്ലിയ 10 കഴുകാൻ കഴിവുള്ളവന്മാരാണ്. പക്ഷെ ചുമ്മാ എന്ന് കൊള്ളുമ്പോൾ ഇവന്മാരെ തല്ലിയേക്കാൻ പ്രശ്നമില്ല. സത്യവും സൗമ്യതയും നീതിയും പരിപാലിക്കപ്പെടുന്ന ഒരു കാലം അത് മെശിഹാ രാജാവിൻ്റെ ഭരണകാലമായിരിക്കും. ആ കാലത്തിനു വേണ്ടി ലോകം ഒരുങ്ങുകയാണ്, ജനങ്ങളും ഒരുങ്ങുകയാണ്. ഇരമ്യാ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ച്. ഇരമ്യാവ് 33-ന്റെ 6. സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ആദ്യ ഭാഗത്തെ രോഗശാന്തിയെക്കുറിച്ചൊക്കെയാണ് വായിക്കുന്നത്. മുമ്പൊരു ക്ലാസ്സിൽ ആ കാര്യം ഓർത്തതാണ്. 1000 ആണ്ട് വാഴ്ച രോഗികളൊന്നും ഉണ്ടായിരിക്കത്തില്ല. അതൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അല്ലയോ? ഇന്ന് രോഗികളും ആശുപത്രിയുമാണ് ലോകം മുഴുവൻ. ഏറ്റവും കൂടുതൽ തൊഴിൽ കിട്ടുന്ന മേഖലയാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ രോഗികൾ ഇഷ്ടം പോലെ. ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയും പിന്നെ ഈ എയർ പൊല്യൂഷനും എല്ലാ പൊല്യൂഷനും കൂടെ ചേർത്ത് വരുമ്പോൾ രോഗം വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളൂ. ഒട്ടും കുറയാൻ സാധ്യത ഇല്ല. ഇതുവരെ ഇല്ലാത്ത പുതിയ രോഗം ഉണ്ടാകും. ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേലിനെ ശിക്ഷിക്കുന്ന കാര്യം പറയുമ്പോൾ 28-ാം അധ്യായത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെയും വന്നിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ ഞാൻ വരുത്തുന്ന പുതിയ വൈറസ് ഒക്കെ ഉണ്ടാകും. കൊറോണ വന്നപ്പോഴാണ് കുറേയൊക്കെ ആളുകൾക്ക് ഒരു പേടി വരുന്നത്. കൊറോണ വന്നപ്പോൾ എന്തുവായിരുന്നു പേടി? മിണ്ടാനൊക്കത്തില്ല, നടക്കാനൊക്കത്തില്ല, തൊടാനൊക്കത്തില്ല, പറ്റിയല്ല. ക്വാറന്റൈൻ എന്നാണ് പറയുന്നത്, ഇല്ലയോ? എന്തോ ക്വാറന്റൈൻ, വാ മൂടിക്കൊണ്ടിരിക്കണം, ഇല്ലയോ? മാസ്ക്, എല്ലാവരും മാസ്ക് ധരിക്കണം, നിർബന്ധമാണ്. അതാ കുഷ്ഠരോഗികളുടെ നിയമം ന്യായപ്രമാണത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞേക്കുന്നത്? കുഷ്ഠരോഗി വായ്മുഖമെല്ലാം മൂടി ഇരുന്നോണം. അങ്ങനെ മൂടി ഇരിക്കുമ്പോൾ തന്നെ എന്താ വിളിച്ചു പറയണം? അശുദ്ധനാണ്, എൻ്റെ അടുത്തോട്ട് വരല്ലേ, വന്നാൽ നിങ്ങൾക്കും രോഗം പകരുമെന്ന് അതിൻ്റെ അർത്ഥം. അതാ ക്വാറന്റൈൻ. പിന്നെ കഴുകിക്കൊണ്ടിരിക്കണം, പീലാത്തോസ് കഴുകിയ പോലെ. മൂക്കെല്ലാം തൊട്ടാൽ മൂക്കിൽ നിന്ന് അണുക്കള കയ്യിലോട്ട് വരും, കയ്യിൽ നിന്ന് അതിങ്ങനെ എല്ലായിടത്തും കയറും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും സോപ്പിട്ട് സാനിറ്റൈസേഷൻ. അതാണ് കോവിഡ് കാലത്തുള്ള മറ്റൊരു റൂള്. കഴുകിക്കൊണ്ടിരിക്കാനാവുന്നത്. പീലാത്തോസും ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നത് കേട്ടോ. കഴുകി കൈ ഇല്ലാതായാലും പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. ഈ പാപലോകത്തിൽ പാപിയായ മനുഷ്യന് അവൻ്റെ യാതൊരു ബാഹ്യ കഴുകല് കൊണ്ടും അവൻ്റെ പാപക്കളങ്കങ്ങളെ നീക്കിക്കളയാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും ഒക്കെ ശുദ്ധീകരിക്കും. ദൈവത്തിൻ്റെ ദാനമായ ഈ പദ്ധതി ആരിത് സൗജന്യമായിട്ട് ഏറ്റെടുക്കും? സോപ്പ് മേടിച്ച് സാനിറ്റൈസർ മേടിച്ച് കാശെത്ര കളഞ്ഞ്, ഇല്ലയോ? സർക്കാരും കുറേ കൊള്ളയടിച്ച് ആ വകുപ്പിൽ ലക്ഷങ്ങളല്ല കോടികൾ, 5 പൈസ മുടക്കില്ലാതെ ദൈവപുത്രൻ്റെ വിലയേറിയ രക്തം നമുക്കായി സൗജന്യമായി നൽകപ്പെട്ടിരിക്കുകയാണ് ശുദ്ധീകരണത്തിന് വേണ്ടി. ഇവിടെ എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അന്ന് രോഗികളില്ല, രോഗശാന്തി എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന കാലത്ത് സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി ജനം അനുഭവിക്കും. സത്യം എന്താണെന്ന് അന്നാണ് ലോകം അറിയാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭരിക്കുന്നത് ആരാ? സത്യദൈവമാണ്. അതുകൊണ്ടാണ് അവൻ സത്യദൈവവുമാണ്, നിത്യജീവനുമാണ്. സത്യദൈവത്തിൻ്റെ ഭരണകാലം, ആ ദൈവാധിപത്യം ഈ ഭൂമിയിൽ വന്നെങ്കിൽ മാത്രമേ ഇത് ഈ ആത്മീയ മൂല്യങ്ങൾക്ക് വിലയുണ്ടാകുകയുള്ളൂ. മുമ്പൊരു ക്ലാസ് നമ്മൾ ഓർത്ത ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്. ആ ആത്മാവിൻ്റെ ഫലങ്ങളെല്ലാം അക്ഷരപ്രകാരം ഈ ഭൂമിയിൽ വിളയാടുന്ന ഒരു കാലമായിരിക്കും യേശുക്രിസ്തുവിൻ്റെ ഭരണകാലം. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാലമായിരിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം. അന്ന് ആ പട്ടികയിൽ 9 ഐറ്റംസ് ഉണ്ടല്ലോ. അത് 9
ഈ മശിഹാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരിക്കും. അന്നത്തെ പ്രജകൾ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലമോ. അത് വേഗത്തിൽ സമാഗതമാകും. നമുക്ക് അതിനുവേണ്ടി കരുതലോടെ ഒരുങ്ങിയും കാത്തിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഈ സക്രിയ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കും. സക്രിയ 8:3. യഹോവ സക്രിയാവ് 8:3. ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന യെരൂശലേമിന്റെ മധ്യേ വസിക്കും. യെരൂശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേര് പറയും. യെരൂശലേമിന്റെ അന്നത്തെ പേര് തന്നെ സത്യനഗരമെന്നാണ്. ട്രൂ സിറ്റി. ദുബായ് സിറ്റി എന്നോ ന്യൂഡൽഹി സിറ്റി എന്നൊന്നുമല്ല. ട്രൂ സിറ്റി, സത്യത്തിന്റെ നഗരം. അവിടെ സത്യമേ ഉള്ളൂ, വ്യാജമില്ല. അത് ആ നഗരത്തിൽ മാത്രമല്ല, സർവ്വഭൂമിയിലും അങ്ങനെ തന്നെയായിരിക്കും. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ യെരൂശലേമിന് മറ്റ് 2 പേരൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ വായിക്കേ. 1-ാം അധ്യായം 26-ാം വാക്യം. യെശയ്യാവ് 1:26. ഞാൻ നിന്റെ ന്യായാധിപന്മാരെ എന്നപോലെയും നിന്റെ ആലോചനക്കാരെ എന്നപോലെയും ആകും. അതിന്റെ ശേഷം നീ നീതിപുരമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടും. നീതിപുരമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടും. ആരുടെ കാര്യമാണ്? യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഇപ്പോൾ വായിക്കുക. അപ്പം നമ്മൾ വായിച്ചു, സത്യത്തിന്റെ നഗരം, നീതിയുടെ നഗരം, വിശ്വസ്തതയുടെ നഗരം. ഇതൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ മനുഷ്യജീവിതം എത്ര സുരക്ഷിതമാകുമായിരുന്നു, എത്ര സന്തോഷപൂർണ്ണമാകുമായിരുന്നു, എത്ര അനുഗ്രഹകരമാകുമായിരുന്നു. ഈ ഭൂമിയിൽ യാതൊരു ഭരണാധികാരികൾക്കും ഇങ്ങനെ ഒരു കാലം കാഴ്ചവെക്കാനായിട്ട് കഴിയത്തില്ല. കാരണം പാപമുള്ള മനുഷ്യരും മുഖപക്ഷവും വ്യക്തി താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നവരുമായതുകൊണ്ടും സാത്താൻ അവരെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് അവർക്കത് കഴിയാതിരിക്കുന്നത്. എന്നാൽ മശിഹാ രാജാവ് മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രമല്ല, പിശാചിന്റെ തലയെ തകർത്തവനും പാപത്തിന്റെ അധികാരത്തെ വിച്ഛേദിച്ചവനും സർവ്വത്തിന്റെ മേലും ജയം പ്രാപിച്ച കർത്താധികർത്താവും രാജാതിരാജാവുമാണ്. അവിടുത്തെ മഹനീയമായ ആ ഭരണകാലത്ത് ഈ പറഞ്ഞ നീതിപുരത്തിൽ, വിശ്വസ്ത നഗരത്തിൽ, സത്യനഗരത്തിൽ അതെല്ലാം നടപ്പിലാകും. സർവ്വഭൂമിയിലും അത് നടപ്പിലാകും. നമ്മുടെ കർത്താവിന്റെ ആ അനുഗ്രഹീതമായ കാലയളവ്, ഭരണകാലയളവ് വരെയുള്ളൂ. നീതി അവന്റെ അരക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കുമെന്ന യെശയ്യാവ് 11:5 നമ്മൾ വായിക്കുന്നു. വിശ്വസ്തത, സത്യം, അങ്ങനെ ഒരു കാലയളവ് സംജാതമാകും. നമുക്ക് ഈ ഭൂമിയിലാകുന്നിടത്തോളം കർത്താവ് തന്ന സത്യത്തോടെ, നേരോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, കൃപയോടുകൂടെ ജീവിക്കാനായിട്ട് ശ്രമിക്കാം. അതിനുവേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പരമാവധി അങ്ങനെ ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു കാലയളവ് എത്രയും വേഗത്തിൽ ഈ ലോകത്തിലാഗതമാകും. അന്ന് മശിഹാ ഭരണത്തിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ നമുക്കിടയായിത്തീരും. അതിനുവേണ്ടി നമ്മുടെ കർത്താവായ യേശു കർത്താവ് രാജാതിരാജാവായി വരും. രാജാതിരാജാൻ മഹിമയോടെ മേഘവാഹനത്തിൽ മടങ്ങി വരും. ഈ കഷ്ടവും സങ്കടമൊക്കെ തീർന്ന് കർത്താവിനെ നമ്മൾ കണ്ട് കർത്താവിനോടുകൂടെ വാഴുന്ന കാലം ആസന്നമാകും. ഒരുങ്ങി നിന്നവർ അവനോടുകൂടെ വാഴും. നമുക്കൊരുങ്ങാം, ഉണരാം, കർത്താവിന് വേണ്ടി ജീവിക്കാം, സാക്ഷ്യം തേക്കാം, വിശുദ്ധിയെ തേക്കാം, വിശ്വസ്തരായിട്ട് സത്യനഗരത്തിലെത്തുവാൻ സത്യസന്ധതയോടെ ജീവിക്കാം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടും.